Meet the editors. നമസ്കാരം. മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുകയാണ്. രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പിന് ഏപ്രിൽ 19 തുടക്കമാകും. 7 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കും. ഏപ്രിൽ 26 കേരളത്തിൽ വോട്ടെടുപ്പ്. ജൂൺ 4 ഫലം പ്രഖ്യാപിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. ജൂൺ 4 വരെ 3 മാസത്തോളം നീണ്ടു നിൽക്കുന്നതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ. ഒന്നാം ഘട്ടത്തിൽ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അടക്കം 21 തെരഞ്ഞെടുപ്പ്. രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിലും ബാക്കി 12 സംസ്ഥാനങ്ങളിലും മാർച്ച് 12 വിജ്ഞാപനം വരും. ഏപ്രിൽ 4 മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. ഏപ്രിൽ 5 സൂക്ഷ്മ പരിശോധന നടക്കും. ഏപ്രിൽ 8 വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം. ഏപ്രിൽ 26 കേരളം വിധി എഴുതും. सेकंड फेज और फर्स्ट फेज में 21 स्टेट्स जाएंगी पोल में. सेकंड फेज notification will start on 28th of March and date of poll will be 26th of April. Similarly here in case of J&K, because of the some holiday, the date of one day would be different, date of security of nomination would be different, but date of gazette notification or date of poll would be common. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അടക്കം 12 ഇടത്താണ് മെയ് 7 മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ്. നാലാം ഘട്ടം മെയ് 13 നടക്കും. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അടക്കം 10 ഇടത്താണ് നാലാം ഘട്ടം. മെയ് 20 നടക്കുന്ന അഞ്ചാം ഘട്ടത്തിൽ 49 മണ്ഡലങ്ങൾ വിധി എഴുതും. മെയ് 25 ആറാം ഘട്ടം നടക്കും. ആറാം ഘട്ടത്തിൽ 7 സംസ്ഥാനങ്ങളിലെ 57 മണ്ഡലങ്ങളാണ് വിധി എഴുതുക. ഏഴാം ഘട്ടം ജൂൺ 1 നടക്കും. 8 സംസ്ഥാനങ്ങളിലെ 57 മണ്ഡലങ്ങളാണ് ഏഴാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് പോവുക. ബീഹാർ, ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിൽ 7 ഘട്ടത്തിലും വോട്ടെടുപ്പ് നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാഹളം മുഴങ്ങി. ഇനി അങ്ങോട്ട് വാശിയേറിയ പോരാട്ടമാണ്. ഏപ്രിൽ 26 കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുമെങ്കിലും വിധി അറിയാൻ ജൂൺ 4 വരെ കാത്തിരിക്കണം. അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. വീഡിയോ കണ്ണൻ പ്രസിനൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി. കളമൊരുങ്ങിയോ എന്നതാണ് ചോദ്യം. ആദ്യം ഡോക്ടർ അരുണിലേക്കാണ്. ഡോക്ടർ അരുൺ, ഇപ്പോൾ തീയതികളായിരിക്കുന്നു, കളമൊരുങ്ങിയോ? സ്മൃതി, തീർച്ചയായിട്ടും കളമൊരുങ്ങിക്കഴിഞ്ഞു. 38 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്നിപ്പോൾ കേരളത്തിൽ പല ജില്ലകളിലെയും താപനില. പക്ഷേ ഇനി വരുന്ന ദിവസങ്ങളിൽ രാഷ്ട്രീയ താപനില എത്രയോ ഉയരാൻ പോവുകയാണ്. പല തിരഞ്ഞെടുപ്പുകളും നമുക്കൊക്കെ വലിയ ആവേശകരമാകുന്ന ഒരു സ്പോർട്ട് ഇവൻറ്റിൻ്റെ രീതിയിലേക്ക് പരിണമിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് കേരളത്തിൽ നോക്കിയാൽ വടകര, തൃശ്ശൂർ, അതേപോലെ നമ്മൾ ഇന്ന് കണ്ട ആറ്റിങ്ങൽ, തിരുവനന്തപുരം, ഈ മണ്ഡലങ്ങളിലെല്ലാം ഒരു നെയിൽ ബൈറ്റിംഗ് കോമ്പറ്റീഷൻ ഉണ്ടാകും എന്ന കാര്യത്തിൽ തീർച്ചയാണ്. കളം നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ ആദ്യഘട്ടത്തിൽ പറയുന്നത്. പക്ഷേ അപ്പോഴും 1-2 കാര്യങ്ങൾ പ്രധാനമായും സൂചിപ്പിക്കേണ്ടതുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ തീയതികൾ വരുന്നു. 97.8 കോടി ജനങ്ങൾ, വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തുകയാണ്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ എക്സസൈസാണ് നടക്കുന്നത്. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കൂടുതൽ വോട്ടർമാർ എത്തുന്നു എന്നതാണ് പ്രത്യേകത. കണക്കുകൾ നോക്കിയാൽ ഒരുപക്ഷെ അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ഒക്കെ ഭൂഖണ്ഡങ്ങളിൽ വോട്ട് ചെയ്യുന്നവരെക്കാൾ അധികം വോട്ടർമാർ നമ്മുടെ രാജ്യത്ത് നിന്ന് 7 ഘട്ടങ്ങളിലായി നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഭാഗമാക്കാകുന്നു. ഇതോടൊപ്പം തന്നെ മറ്റു 4 സംസ്ഥാനങ്ങളുടെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അത്രയും ബൃഹത്തായ ഒരു ഇലക്ടറൽ പ്രോസസ്സിന് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നേതൃത്വം നൽകുമ്പോൾ അതിൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ പൗരൻ എന്ന രീതിയിൽ എനിക്കൊരു അഭിമാനമുണ്ട്. ആ 97.8 കോടി വോട്ടർമാരിൽ ഞാനും നിങ്ങളുമെല്ലാം വോട്ടർമാരാണ് എന്ന് പറയുന്നതിൽ വലിയ സന്തോഷവുമുണ്ട്. ഇനി നമ്മൾ തിരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക് വന്നാൽ എന്താണ് അവസാന ഘട്ടമാകുമ്പോഴേക്കും നമ്മൾ കാണുന്ന ഒരു ഗെയിം ചേഞ്ചർ ഫീൽഡിൽ രൂപപ്പെട്ടു വരുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഈ കേന്ദ്ര സർക്കാർ അബ്കി ബാർ 400 പാർ എന്ന മുദ്രാവാക്യമാണ് മുന്നോട്ട് വയ്ക്കുന്നതെങ്കിലും നിലവിൽ ഫീൽഡിൽ നിന്ന് ലഭിക്കുന്ന റെസ്പോൺസ് അനുസരിച്ച് കഴിഞ്ഞ തവണത്തെ പ്രകടനം പോലും നരേന്ദ്രമോദി സർക്കാരിന് ആവർത്തിക്കാൻ കഴിയുമോ എന്നൊരാശങ്കയുണ്ട്. ഒരുപക്ഷെ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന് ലഭിക്കുമായിരിക്കും. പക്ഷേ ആ കണക്കുകൾ എന്നുള്ളത് നമ്മുടെ മുന്നിൽ ദുർബലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇലക്ട്രൽ ബോണ്ട് അടക്കമുള്ള വിഷയങ്ങൾ വരുന്നു. ഇവിടെയാണ് എനിക്ക് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്. കഴിഞ്ഞ 48 മണിക്കൂറായി നമ്മുടെ രാജ്യം ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് എത്രമാത്രം ചർച്ച ചെയ്തു എന്നുള്ളത് ഞാൻ കുറേയധികം മീഡിയകൾ പരതി നോക്കുമ്പോൾ അതിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്, നിങ്ങൾ ഒരു ഭാഗത്ത് സോഷ്യൽ മീഡിയയും മറുഭാഗത്ത് മെയിൻ സ്ട്രീം പ്രസ് ആൻഡ് ടെലിവിഷൻ കൂടി നോക്കിക്കഴിഞ്ഞാൽ ടെലിവിഷനുകളിലും പ്രസ്സിലും ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചുള്ള ചർച്ചകൾ വരുന്നതിനേക്കാൾ
60-70% കണ്ടൻറ്റാണ് സോഷ്യൽ മീഡിയ വഴി ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ക്രിട്ടിക്കൽ കണ്ടൻറ്റ് എന്ന രീതിയിലാണ്. ഇലക്ട്രൽ ബോണ്ടിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള കമൻറ്റുകളല്ല. എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പുതിയ ഒരു പരിപ്രേക്ഷ്യം കൂടി ഉണ്ടാവുന്നു എന്നതാണ്. മാധ്യമങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം എന്ത് എന്നുള്ളത് ഒരുപക്ഷെ സ്മൃതിക്കൊക്കെ അറിയാം. 1989 ബോഫോഴ്സ് കേസ് വരുന്ന ഘട്ടത്തിൽ അന്ന് 64 കോടി രൂപയുടെ അഴിമതി ആരോപിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുന്ന ജേർണലിസ്റ്റുകളെ നമ്മൾ കണ്ടു. അന്നൊരു ഡിഫമേഷൻ ബില്ല് സർക്കാർ കൊണ്ടുവരുന്നതിനെതിരെയുള്ള പ്രതിഷേധം നമ്മൾ കണ്ടു. ഒരു ആക്റ്റീവായ പബ്ലിക് സ്പിരിറ്റഡ് ആയ ഒരു മീഡിയയെ 1989 നമുക്ക് കാണാൻ സാധിച്ചു. ആ സർക്കാർ പിന്നീട് ഓർമ്മിക്കണം, 1984 414 സീറ്റുകളാണ് 84-ലും 85-ലും നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയത്. ആ 414 സീറ്റുകളിൽ നിന്ന് രാജീവ് ഗാന്ധിക്ക് അധികാരം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോയത് 1989 ബോഫോഴ്സ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വെളിപ്പെടുത്തലുകളും ആ മീഡിയ ആക്ടിവിസവുമായിരുന്നു. 1984 400 കടക്കാൻ സാധിക്കും എന്നതാണ് BJP ഇന്ന് ലക്ഷ്യമിടുന്നത്. എന്താണോ 1984 കോൺഗ്രസിന് നേടാൻ സാധിച്ചത് അതിത്തവണ BJPക്ക് നേടാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസമായിരുന്നു കഴിഞ്ഞ 3 മാസം മുമ്പ് വരെ നരേന്ദ്രമോദിക്കുണ്ടായിരുന്നത്. പക്ഷേ ഇലക്ട്രൽ ബോണ്ട് അടക്കമുള്ള വിഷയങ്ങൾ, CA അടക്കമുള്ള വിഷയങ്ങൾ, ഇതെല്ലാം പുറത്തേക്ക് വരുന്ന ഘട്ടത്തിൽ ആ കണക്കുകൾ അവരെ തിരിഞ്ഞ് വെല്ലുവിളിക്കുന്നു എന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അവിടെയും ഈ മീഡിയ ആക്ടിവിസം ഒരു കാലത്ത് ഭംഗിയായി നിർവഹിച്ചു വന്ന ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു ആത്മവിമർശനമായി തന്നെ ഞാൻ ഉന്നയിക്കുകയാണ്. ഇത് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലല്ല, ഇത് ദേശീയ പശ്ചാത്തലത്തിലുള്ളതാണ്. രണ്ടാമത്, ഇനി ആ കണക്കുകളിലേക്ക് എത്തണം. നമ്മൾ പലതവണ ആ കണക്കുകൾ പറഞ്ഞതാണ്. കളമൊരുങ്ങുമ്പോൾ ഈ അബ്കി ബാർ 400 പാർ എന്ന കണക്കിലേക്ക് എത്തണമെങ്കിൽ രസകരമായ ഒരു കണക്ക് ഇന്ന് ഞാനൊരു മീഡിയയിൽ കണ്ടു. വളരെ രസകരമായ ഒരു കമ്പാരിസണാണ്. 1984 കോൺഗ്രസ് എങ്ങനെയാണ് നേടിയത്, സമാനമായ കണക്കുകളിലേക്ക് വരണമോ? 111 സീറ്റുകൾ BJP പിടിച്ചാൽ മാത്രമേ 1984 ആവർത്തിക്കാൻ, 4 പതിറ്റാണ്ട് മുമ്പുള്ള കണക്ക് ആവർത്തിക്കാൻ BJPക്ക് സാധിക്കും. ആ കണക്കുകളിൽ തന്നെ നമ്മളോട് പറയുന്നത്, ഇപ്പോൾ ഉത്തർപ്രദേശ് ആണെങ്കിലും ഉത്തരാഖണ്ഡ് ആണെങ്കിലും ഇത് ചേർത്ത് വെച്ചാൽ 83 സീറ്റുകൾ അന്ന് കോൺഗ്രസ് നേടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് 67 സീറ്റുകളാണ്. 16 സീറ്റുകൾ പുതുതായിട്ട് പിടിക്കണം. രാജസ്ഥാനിൽ ഇനി സീറ്റ് പിടിക്കാൻ ബാക്കിയില്ല, 1 സീറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. മധ്യപ്രദേശിലാണെങ്കിലും ഛത്തീസ്ഗഡിലാണെങ്കിലും 40-ൽ 37 പിടിച്ചു കഴിഞ്ഞു. പുതുതായിട്ട് കാർവ് ചെയ്തെടുക്കേണ്ട മേഖല ഏതാണ്? ആ മേഖലയിൽ ഒന്ന് പശ്ചിമ ബംഗാളാണ്, മറ്റൊന്ന് ബീഹാറാണ്. അവിടെയും നാമമാത്രമായ സംഖ്യ മാത്രമാണുള്ളത്. 20 സീറ്റുകൾ കൂടി വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് അവിടെ പിടിക്കണം. 54-ൽ 28 പിടിച്ചത്. 84-ൽ കോൺഗ്രസ് പിടിക്കുന്നതാവട്ടെ 48. അപ്പോൾ 1984 കണക്ക് ആവർത്തിക്കണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതുപോലെ ഉത്തരേന്ത്യയിൽ നിന്നുകൊണ്ടത് സാധ്യമാവില്ല. അതുകൊണ്ടാണ് ലുക്ക് സൗത്ത് എന്ന് പറയുന്ന പോളിസിയിലേക്ക് BJP എത്തുന്നത്. അവിടെ തമിഴ്നാട് ഒരു കണ്ണുവയ്ക്കുന്നു, കേരളം കണ്ണുവയ്ക്കുന്നു, കർണാടക കണ്ണുവയ്ക്കുന്നു. പക്ഷേ കർണാടകയിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 28-ൽ 24 സീറ്റുകളും BJP സ്വന്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ അവിടെ കാര്യമായ മെച്ചപ്പെട്ട ഒരു പ്രകടനം ഇത്തവണയും ഇനി ആവർത്തിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കേരളത്തിൽ 1984-ൽ 13 സീറ്റുകളാണ് കോൺഗ്രസ് എന്ന് നേടുന്നത്. ഇത്തവണയും സമാനമായ രീതിയിലുള്ള പ്രകടനം കോൺഗ്രസ് ആവർത്തിച്ചാലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല BJPക്ക്. അതായത് 84-ൽ കോൺഗ്രസ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നേടിയ സീറ്റുകൾ, ആ സീറ്റുകൾ ആർജിച്ചെടുക്കുക എന്നതാണ് BJPയുടെ പൊളിറ്റിക്കലായിട്ടുള്ള സ്ട്രാറ്റജി. പക്ഷേ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും ആ കണക്കുകൾക്ക് ബഹുദൂരം അകലെയാണ് BJP എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ദിവസങ്ങൾ വളരെ നിർണായകമാണ്. ഈ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ചൂടിലേക്ക് ഇറങ്ങുമ്പോൾ പുതിയ തന്ത്രങ്ങൾ BJPക്ക് മെനയേണ്ടി വരും. നിലവിലുള്ള തന്ത്രങ്ങൾ ആ രീതിയിലൊരു മാസ് ട്രെൻഡായി ഇനിയും രൂപപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതൊരു വേവ് രൂപപ്പെട്ടിട്ടില്ല, ഒരു തരംഗം രൂപപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. കളമൊരുങ്ങിക്കഴിഞ്ഞു, സ്ഥാനാർത്ഥികൾ ആയിക്കഴിഞ്ഞിരിക്കുന്നു, പക്ഷേ ഒരു ട്രെൻഡിന് അകലെ നിൽക്കുന്നു എന്നതാണ് നമ്മൾ നോക്കുന്നത്. ഇതാണ് എനിക്ക് ആദ്യഘട്ടത്തിൽ പറയാനുള്ളത്. കളമൊരുങ്ങി, സ്ഥാനാർത്ഥികളും ഒരുങ്ങി, പക്ഷേ തരംഗം ഇനിയും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടില്ല. ഇനിയുള്ള 40 ദിവസങ്ങൾ ഈ ഘട്ടത്തിൽ നിർണായകവുമാണ്. ഇനി ബാലകൃഷ്ണൻ കളമൊരുങ്ങിയോ? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഷെഡ്യൂളൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥിതിക്ക് കളമൊരുങ്ങി എന്ന് നമുക്ക് പറയാം. പക്ഷേ ചിത്രം തെളിഞ്ഞു എന്നുള്ളതാണ് ഞാൻ പ്രധാനമായും ഇക്കാര്യത്തിൽ ഉറ്റുനോക്കുന്നത്. നോക്കൂ, ഇപ്പം ചിത്രം തെളിഞ്ഞിട്ടില്ല എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം അത് തെളിയേണ്ടത് BJPയുടെയും NDAയുടെയും ഭാഗത്തു നിന്നാണ്. കാരണം ഇപ്പം നമ്മൾ നോക്കൂ, സ്മൃതി, 1996 വാജ്പേയി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ 13 ദിവസം അവർ അധികാരത്തിലുണ്ടായിരുന്നു. അന്ന് വാജ്പേയിയുടെ സഖ്യകക്ഷികൾ എന്ന് പറയുന്നത് ശിരോമണി അകാലിദളും ശിവസേനയുമാണ്. എന്നാൽ 98 എത്തുമ്പോൾ ഈ തൊട്ടുകൂടായ്മ മാറുകയും ഏതാണ്ട് 20-22 പാർട്ടികൾ NDA എന്ന് പറയുന്നൊരു മുന്നണിയായി രൂപം പ്രാപിക്കുകയും ചെയ്തു BJPയുടെ നേതൃത്വത്തിൽ. അന്ന് സൗത്ത് ഇന്ത്യയിൽ നിന്നുണ്ടല്ലോ പാർട്ടികൾ. AIDMK ജയലളിതയുടെ നേതൃത്വത്തിൽ പിന്നെ വാജ്പേയിക്കൊപ്പം നിന്നു. TDP, അന്ന് ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടി TDP NDAയുടെ ഭാഗമായിരുന്നു.
1998 അധികാരത്തിൽ വരുന്ന പിന്നെ വാജ്പേയി ഗവൺമെൻറ്റിൽ ആ ലോക്സഭാ സ്പീക്കർ GMC ബാലയോഗിയാണ്. അത്ര പ്രോമിനൻ്റായ പൊസിഷനായിരുന്നു TDPക്ക് ഉണ്ടായിരുന്നു. ADMKയുടെ മന്ത്രിമാരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ ഭാഗത്തുനിന്നും ബിജു ജനതാദൾ ഉണ്ടായിരുന്നു, ശിവസേന ഓഫ് കോഴ്സ് ഉണ്ടായിരുന്നു, അകാലിദൾ ഉണ്ടായിരുന്നു, നിതീഷ് കുമാർ പിന്നെ വന്നും പോയും ഇരുന്നു, തൃണമൂൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു, മമതാ ബാനർജിയുടെ. അങ്ങനെ ഒരു വലിയ മുന്നണി 98 രൂപപ്പെട്ടു. 2023 25 വർഷമായി ആ മുന്നണി. ഒരു ആഘോഷം പോലും കഴിഞ്ഞ വർഷം നടന്നിട്ടില്ല. ആ മുന്നണിയുടെ 25 വർഷത്തിൻ്റെ ആഘോഷം നിങ്ങളുടെ ആരുടെയും ശ്രദ്ധയപ്പെട്ടിട്ടില്ലോ, എൻ്റെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ആഘോഷം പോലും നടന്നില്ല. കാരണം വെച്ചാൽ 2014 ശേഷം മുന്നണി എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ വലിയ കാര്യത്തിൽ BJP എടുത്തിട്ടില്ല. കാരണം BJPക്ക് ഒറ്റയ്ക്ക് തന്നെ ഇതെല്ലാം നേടാൻ കഴിയുമെന്നുള്ളൊരു ശക്തി വന്നു. എപ്പോഴാണ് മുന്നണിയെ പ്രധാനമായും BJP അവതരിപ്പിച്ചത്? ഈ കഴിഞ്ഞ വർഷം അവസാനമാണ്. അതെപ്പോഴായിരുന്നു? പാറ്റ്നയിലെ യോഗത്തിന് ശേഷം ബാംഗ്ലൂർ സമ്മേളനം ഇന്ത്യ മുന്നണി പ്രഖ്യാപിച്ചപ്പോൾ അതിൻ്റെ തലേ ദിവസവും അതിൻ്റെ അടുത്ത ദിവസവും 32 പാർട്ടികളെ അണിനിരത്തി ഞങ്ങളാണ് വലിയ മുന്നണി എന്ന് NDA പറയുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ നോക്കിക്കേ എന്താ നടക്കുന്ന ചർച്ചകൾ. ഇന്നിപ്പോൾ 12 സ്ഥാനാർത്ഥികളെയാണ് കേരളത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 4 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ അവർക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. തമിഴ്നാട്ടിൽ എന്താ സംഭവം? പട്ടാളി മക്കൾ കക്ഷിയുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഇപ്പോൾ കന്യാകുമാരിയിൽ പ്രധാനമന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന ആരാണ്? ശരത് കുമാറും രാധികയൊക്കെയാണ്. പരമാവധി ആളുകളെ പിടിക്കാൻ അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. BRSുമായിട്ടുള്ള സഖ്യചർച്ചയും നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം കവിത അറസ്റ്റിലായതോടുകൂടി അതൊരു പ്രതിസന്ധിയിലാകാൻ സാധ്യതയുണ്ട്. TDPയെയും അതുപോലെ തന്നെ പവൻ കല്യാണിൻ്റെ പാർട്ടിയെയും പിന്നെ NDAയുടെ ഫോൾഡിലേക്ക് കൊണ്ടുവരുന്നു. BJD ബിജു ജനതാദൾ 2009 തെറ്റിപ്പിരിഞ്ഞതാണ്. അവരുമായിട്ട് ചർച്ച നടത്തുന്നു. നിതീഷ് കുമാറിനെ ഭിന്നിപ്പിച്ച് NDAയിലേക്ക് കൊണ്ടുവരുന്നു. ശിവസേനയെ ഭിന്നിപ്പിക്കുന്നു. ഈ രീതിയിൽ മറ്റ് പാർട്ടികളെ ഭിന്നിപ്പിക്കുന്നു. ചെറിയ ചെറിയ കക്ഷികളുമായിട്ടാണെങ്കിൽ പോലും സഖ്യം ചേരാൻ ശ്രമിക്കുന്നു. ഇങ്ങനൊരു കാഴ്ചയാണ് NDAയുടെ കാര്യത്തിൽ നമ്മൾ കാണുന്നത്. മറുവശത്ത് നോക്കൂ, ഇന്ത്യ മുന്നണി വളരെ ബലവത്തായിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഉള്ള സ്ഥിതിയാണ് ഞാൻ പറയുന്നത്. അതായത് നാളെ ഇപ്പം ന്യായയാത്ര അവസാനിക്കുകയാണ്. അവിടെ എല്ലാ ഇന്ത്യ മുന്നണി നേതാക്കളെയും ഷോക്കേസ് ചെയ്യാൻ പോവുകയാണല്ലേ. DMKയുടെ സ്റ്റാലിൻ വരുന്നുണ്ടാവും, അഖിലേഷ് യാദവ് വരുന്നുണ്ട്, പിന്നെ ശിവസേനയുടെ ഉദ്ധവ് താക്കറെ വരുന്നുണ്ട്, ശരത് പവാർ വരുന്നുണ്ട്. അങ്ങനെ വലിയൊരു നിരയെ മുന്നോട്ട് കൊണ്ടുവരുന്നു എന്ന് മാത്രമല്ല, ബംഗാളിൽ ഒഴിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഇന്ത്യ മുന്നണിയിൽ ഭയങ്കര തർക്കമായിരിക്കും, കീറാമുട്ടിയായിരിക്കും സീറ്റ് വിഭജനം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ബംഗാളിൽ ഒഴിച്ച് എല്ലായിടത്തും അവർക്ക് വളരെ സ്മൂത്തായിട്ട് പിന്നെ സീറ്റ് ഷെയറിങ് നടത്താൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ സമാജ്വാദി പാർട്ടി 18 സീറ്റല്ലേ കൊടുത്തത്. വലിയ രീതിയിലാണ് അക്കോമഡേറ്റ് ചെയ്തത് കോൺഗ്രസിനെ. കോൺഗ്രസ് തിരിച്ച് മധ്യപ്രദേശിൽ സീറ്റ് കൊടുത്തു സമാജ്വാദി പാർട്ടിക്ക്. കാരണം ആ ബുന്ദേൽഖണ്ഡ് റീജിയൻ എന്നൊക്കെ പറഞ്ഞാൽ ഉത്തർപ്രദേശിനോട് അടുത്ത് കിടക്കുന്ന റീജിയനാണ്. അവിടെ സമാജ്വാദി പാർട്ടിക്ക് സ്വാധീനമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് സീറ്റ് കൊടുത്തു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിന് തയ്യാറായിരുന്നില്ല കോൺഗ്രസ്. അപ്പോൾ കോൺഗ്രസ് അവിടെ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. RJDയുമായിട്ടുള്ള ചർച്ചകൾ വളരെ എളുപ്പത്തിൽ പുരോഗമിക്കുന്നു. അത് വളരെ സ്മൂത്തായിട്ട് നടക്കും. ജാർഖണ്ഡ് മുക്തി മോർച്ചയുമായിട്ടുള്ള ചർച്ചകൾ നേരത്തെ സഖ്യം ഉണ്ടായില്ല എന്ന് തീരുമാനിച്ച കേരളത്തിലും കേരളത്തിലും പഞ്ചാബിലും സഖ്യമില്ല. അതേസമയം ബംഗാളാണ് ഒരു കീറാമുട്ടിയായിട്ട് വന്നത്. അവിടെ ആ അർത്ഥത്തിൽ ഇന്ത്യ മുന്നണി വളരെ ശക്തമായി തന്നെ അവരുടെ ആ ഒരു നന്നായി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ചിത്രം ഇന്ത്യ മുന്നണി കാഴ്ചവെക്കുമ്പോൾ NDAയെ സംബന്ധിച്ച് നമുക്ക് ഇപ്പോഴും BJPയെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു ആശയക്കുഴപ്പം നിൽക്കുന്നു. എവിടെയൊക്കെ അവർക്ക് ആരൊക്കെ സഖ്യകക്ഷികളായിട്ട് വരും? ഈ 4 സീറ്റ് ഇവിടെ കേരളത്തിൽ കൊടുക്കാത്തതിന് ഇനി ആരെങ്കിലുമൊക്കെ കാത്തിരിക്കുന്നുകൊണ്ടാണോ നമുക്കറിയത്തില്ല. എന്നാൽ ഇവിടെ നോക്കിയാൽ PC ജോർജിനെ പോലെ ആളെ അക്കോമഡേറ്റ് ചെയ്തില്ലേ, BJP ലയിപ്പിച്ചില്ലേ. അങ്ങനെ വളരെ ഫ്രാൻറ്റിക്കാണ് BJP. അപ്പോൾ ഞാൻ പറയുന്നത് ഈ 400 സീറ്റ് എന്ന് പറയുന്ന നറേഷൻ പിന്നെ BJP മുന്നോട്ട് വെക്കുന്നുണ്ട് എങ്കിൽ കൂടിയും കഴിഞ്ഞ വർഷത്തെ 2019 വിജയം അവർക്ക് ആവർത്തിക്കാൻ കഴിയില്ല എന്നവർക്ക് നല്ല ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് വളരെ നിർണായകമായൊരു മീറ്റിങ്ങിൽ BJP നേതൃത്വം എടുത്തിരിക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം 165 സീറ്റുകളിൽ 2ാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ട്. അത് എങ്ങനെയെങ്കിലും പിടിക്കണം. അത് ഈ 400 എത്താൻ വേണ്ടിയിട്ടല്ല. 21% ആളുകൾക്ക് കഴിഞ്ഞ പ്രാവശ്യം സിറ്റിംഗ് MPമാർക്ക് സീറ്റ് കൊടുത്തിട്ടില്ല BJP. ആൻറ്റി ഇൻകംബൻസി, ലോക്കൽ ഇൻകംബൻസി ഫാക്ടറുണ്ട്. ആ ഫാക്ടർ വർക്ക് ചെയ്താൽ ഈ പറയുന്ന വിജയം ഉണ്ടാകില്ല. പിന്നെ നേരത്തെ അരുൺ സൂചിപ്പിച്ച പോലെ നമ്മളൊക്കെ പല ചർച്ചകളിലും പറഞ്ഞതൊക്കെ എവിടുന്നാണ് ഇന്ന് ഈ സീറ്റ് കൂടുതലായിട്ട് വരാനുള്ളത്? വടക്കേ ഇന്ത്യയിൽ എന്തായാലും ഒരു സാധ്യതയില്ല. അപ്പം പിന്നെ തെക്കേ ഇന്ത്യ പിടിക്കുക എന്നുള്ളതാണ്. തെക്കേ ഇന്ത്യയിൽ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പോക്കറ്റുകളിൽ നിന്നൊക്കെ ചെറിയ പാർട്ടികളെ പോലും പിടിക്കുന്നത്. ആ അർത്ഥത്തിൽ BJP ഫ്രാൻറ്റിക്കാണ്. ഇന്ത്യ മുന്നണിയാണ് ഇപ്പോൾ വളരെ വ്യക്തമായൊരു ചിത്രം ആളുകൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ അവരുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് അല്ലേ. കൈവന്ന് സ്ഥിതി മാറ്റും എന്നുള്ളതാണ്. ഒട്ടും തന്നെ കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത മുദ്രാവാക്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം അവർ തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. റാഫേൽ പോലുള്ള വിഷയങ്ങളൊക്കെ എടുത്ത് വെച്ച് ആളുകൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ പറഞ്ഞു. അതൊന്നുമല്ല. മുമ്പ് ഇപ്പം പറഞ്ഞില്ലേ, പിന്നെ 2004 വരുമ്പോൾ എന്താണ് കോൺഗ്രസ് കാ ഹാത്ത് ആം ആദ്മി കെ സാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുദ്രാവാക്യമായിരുന്നു. വളരെ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മുദ്രാവാക്യമായിരുന്നു. 2004 ഇന്ത്യ പിന്നെ NDAയുടെ മുദ്രാവാക്യം എന്താ? ഇന്ത്യ തിളങ്ങുന്നു എന്നുള്ളതായിരുന്നു. ഒട്ടും തന്നെ സ്ട്രൈക്ക് ചെയ്യാതെ പോയൊരു മുദ്രാവാക്യമാണ്. ആ സമയം ആം ആദ്മി കെ സാത്ത് എന്ന് പറയുന്ന സാധാരണക്കാരനൊപ്പം എന്ന് പറയുന്ന ആ മുദ്രാവാക്യം വലിയ രീതിയിൽ വർക്കൗട്ട് ചെയ്തു. ഇപ്രാവശ്യം പറയുന്നത് ഹാത്ത് ബദലേങ്കെ ഹാലത്ത്. ഇപ്പോഴത്തെ സ്ഥിതി ഹാത്ത് ബദലേങ്കെ ഹാലത്ത്. അപ്പം ആ രീതിയിൽ മുദ്രാവാക്യങ്ങളുടെ കാര്യത്തിനകത്ത്, വിഷയം തിരഞ്ഞെടുക്കുന്ന കാര്യത്തിനകത്തൊക്കെ, അതുപോലെ തന്നെ അലയൻസ് പാർട്ട്നേഴ്സിനെ നല്ല രീതിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന കാര്യത്തിനകത്തൊക്കെ ഇന്ത്യ മുന്നണി നല്ലൊരു ചിത്രം കാഴ്ചവെച്ചിട്ടുണ്ട്. NDAക്ക് ഇത് സാധിക്കില്ലെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ NDA വളരെ ക്ലിയർ ആയൊരു പിക്ചർ ഏതായാലും മുന്നോട്ട് വെച്ചിട്ടില്ല. അവരാരൊക്കെ ആയിരിക്കും അവരുടെ സഖ്യബന്ധങ്ങൾ, എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു ആശയക്കുഴപ്പം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കളമൊരുങ്ങി, പക്ഷേ ഈ ഭരണപക്ഷത്ത് നിന്നുള്ള ചിത്രം ഇനിയും തെളിയാനുണ്ട് എന്നാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്.
ശരി, വിനികേഷ് കുമാർ. നമുക്കിവിടെ ചരിത്രപരമായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് 7 ഘട്ടങ്ങളിലായി നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നത് വിശദീകരിക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു വലുപ്പം വ്യക്തമാണ്. കഴിഞ്ഞ വർഷമാണ് ചൈനയെ മറികടന്ന് ഇന്ത്യ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായിട്ടുള്ളത്. ഇന്നിപ്പോൾ ഏതാണ്ട് 100 കോടി ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് 96.8 കോടി വോട്ടർമാർ വോട്ട് ചെയ്യാൻ പോവുകയാണ്. അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ, റഷ്യ ഈ 3 മേഖലകളിലെ ആകെ ജനങ്ങളെക്കാൾ വോട്ടർമാരുണ്ട് ഇന്ത്യയിൽ എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ഞാനിന്നിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നോക്കുകയായിരുന്നു. അപ്പോൾ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ഇന്ത്യയിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണാം. ജനാധിപത്യത്തിൻ്റെ ഉത്സവം എന്നുള്ള നിലയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇന്ത്യയിലെ 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ കാണുന്നു. ഒരിക്കൽ കൂടി ജയിച്ചാൽ അതിനുകൂടി ഒരു ചരിത്ര പ്രാധാന്യമുണ്ട്. നരേന്ദ്രമോദിക്ക് ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഹാട്രിക് വിജയം നേടുന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയാകാൻ സാധിക്കും എന്നുള്ളതാണ്. 543 ലോക്സഭാ മണ്ഡലങ്ങളിൽ 7 ഘട്ടങ്ങളിലാണ് കേരളത്തിൽ 26 ഒറ്റഘട്ടമായിട്ടാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമ്മൾ ചില കാര്യങ്ങൾക്ക് കണക്ക് തീർക്കാനുള്ള ഒരു അവസരം കൂടിയാണിത്. നോക്കൂ, കേരളത്തിൽ ഒരൊറ്റഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ്. നമ്മൾ ദ കേരള സ്റ്റോറി എന്നൊക്കെ പറയുന്ന കേരളത്തെക്കുറിച്ചുള്ള, കേരളത്തെ ഉയർത്തിക്കാണിക്കുന്ന സിനിമകളൊക്കെ ഇറങ്ങിയിരുന്നല്ലോ. ആ ഘട്ടത്തിൽ പറഞ്ഞത് ഇതൊരു കശ്മീരായി മാറുകയാണ് എന്നായിരുന്നു. നോക്കൂ, അന്ന് ഏറ്റവും കൂടുതൽ കേരളത്തെ അപവാദം പറഞ്ഞ് ചിരിച്ച ആളുകൾ UP പോലുള്ള സംസ്ഥാനങ്ങളിൽ 7 ഘട്ടങ്ങൾ ആകെ ഉള്ളപ്പോൾ 7 ഘട്ടങ്ങളിലായിട്ടാണ് തിരഞ്ഞെടുപ്പ്. അവിടത്തെയൊക്കെ സംവിധാനം ആ നിലയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അമിത്ഷാ അന്ന് കർണാടകത്തിൽ ഇരുന്നു കൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ തൊട്ടടുത്ത് കേരളമാണ് എന്ന്. ആ കർണാടകത്തിലെത്തിയ 2 4 മറ്റോ ഘട്ടമുണ്ട്. ഏതായാലും കേരള അടക്കമുള്ള, തമിഴ്നാട് അടക്കമുള്ള സെക്യുലർ സ്റ്റേറ്റുകളിലൊക്കെ തന്നെയും ഒരു ഘട്ടമേ ഉള്ളൂ. കേരളം ചെറുതാണെന്ന് പറഞ്ഞാൽ തമിഴ്നാടുണ്ടല്ലോ വലിയ സംസ്ഥാനം. അപ്പോൾ സെക്യുലർ സ്റ്റേറ്റുകളിലൊക്കെ തന്നെയും ഒരു ഘട്ടം മാത്രമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേരളത്തിലെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ ഞാനതിനെ പ്രവചനാതീതം എന്നേ പറയുള്ളൂ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇപ്പോൾ കാര്യങ്ങളെക്കുറിച്ചൊരു തീർപ്പ് കൽപ്പിക്കാൻ കഴിയില്ല. LDF സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ 1ാം പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ശബരിമല, രാഹുൽ ഗാന്ധി വരുന്നതിലൂടെ കോൺഗ്രസിനെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാക്കി രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുക എന്നുള്ള ഒരു തീം ഇവിടെ വർക്ക് ചെയ്തിരുന്നു. ഇത്തവണ ഈ 2 കാര്യങ്ങളും എന്തായാലും ഇല്ല. ശബരിമലയും ഇല്ല. രാഹുൽ ഗാന്ധി വരുന്നത് കൊണ്ടൊരു പുതിയ ഏതെങ്കിലും തരത്തിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും, അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് മാത്രം ജയിപ്പിച്ചുകൊണ്ട് ഒരു UDF അനുകൂല തരംഗമുണ്ടാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ആഖ്യാനം എന്തായാലും ഇന്നിപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണുന്നില്ല. മാത്രമല്ല രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമോ എന്നുള്ള കാര്യത്തിൽ തന്നെ സംശയമുണ്ട്. ഇതിനകം തന്നെ ഇന്ത്യ മുന്നണിയിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത് മല്ലികാർജുൻ ഖാർഗെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആകണം എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഇമ്പാക്റ്റ് ഇവിടെ ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. ദേശീയ തലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ NDA മുന്നണിക്കെതിരെ ഇന്ത്യ മുന്നണി എന്നൊരു പുതിയ സംവിധാനം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്താണ് ഈ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ഘടകങ്ങൾ? നോക്കൂ, മഹാരാഷ്ട്ര, ബീഹാർ തുടങ്ങിയ ഇടങ്ങളിൽ വലിയ നിലയിൽ ആൻറ്റി ഇൻകംബൻസി ഇതിനകം തന്നെ ബോധ്യമാകുന്ന വിധത്തിൽ അവിടുത്തെ രാഷ്ട്രീയ നീക്കങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് പോലുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കോൺഗ്രസിൻ്റെ കയ്യിലായിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും നോക്കൂ, നമ്മൾ ഇപ്പം നിൽക്കുന്ന ഇന്നത്തെ 16-ാം തീയതി അല്ലേ? ഇന്ന് 16-ാം തീയതി. 26-ാം തീയതിയാണ് കഴിഞ്ഞ 2019 26-ാം തീയതിയാണ് ബാലാക്കോട്ട്. നമ്മൾ ഇന്ന് അല്പം മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഒന്ന് അസസ് ചെയ്തത് ഇനിയൊരു നറേറ്റീവിന് സാധ്യതയില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു 10 ദിവസം കഴിയുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാലാക്കോട്ടുണ്ടായി. ആ ബാലാക്കോട്ടിന് ശേഷമാണ് നാടകീയമായി ഇന്ത്യൻ സാഹചര്യം മാറിയത്. 8 ആഴ്ച മുമ്പ്, അതായത് ഫെബ്രുവരി 14-ന് പുൽവാമ, ഫെബ്രുവരി 26-ന് ബാലാക്കോട്ട്. അതെ. അപ്പോൾ 23-ന് പിന്നെ പുൽവാമ, 26-ന് ബാലാക്കോട്ട്.
അല്ലല്ല, ഫെബ്രുവരി ഫെബ്രുവരി 14-നാണ് പുൽവാമ. 14-ന് പുൽവാമ, 23-ന് ഞാൻ രാജ്ദീപ് പാകിസ്ഥാന് നമ്മുടെ തിരിച്ചുള്ള അർണബ് ഗോസ്വാമിയുടെ ചാറ്റാണ്. ആ ചാറ്റാണ്, അതെ അതെ. 26 8 മുമ്പ് ഇല്ല, ഇലക്ഷന് അപ്പോൾ 8 ആഴ്ച. ആ നിലയിലുള്ള ഒരു നറേറ്റീവിന് സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഒരു വ്യത്യസ്തമായ ഒരു നറേറ്റീവ്, ഇന്നിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നറേറ്റീവ് ഇനി ഉണ്ടാക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയുമോ എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ 2019 രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ കോൺഗ്രസിൻ്റെ കയ്യിലായിരുന്നു. ഇത്തവണ അത് BJP-യുടെ കയ്യിലാണ്. ഏതോ ആൻറ്റി ഇൻകംബൻസി വരണമെങ്കിൽ അത് കോൺഗ്രസിനെതിരെ ഒരു ആൻറ്റി ഇൻകംബൻസി ഇനി വടക്കേ ഇന്ത്യയിൽ എവിടെയും ഉണ്ടാകാൻ ഒരു സാധ്യതയില്ല. കോമ്പൗണ്ടഡ് ആൻറ്റി ഇൻകംബൻസി വേണമെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത് BJP-ക്കെതിരെയാണ്. അവിടുത്തെ സംസ്ഥാന സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും വേണമെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത് അതാണ്. 75-ലും 89-ലും കോൺഗ്രസിന് ഈ പറയുന്ന കോമ്പൗണ്ടഡ് ആൻറ്റി ഇൻകംബൻസി വേണ്ടി വന്നിട്ടുണ്ട്. സംസ്ഥാനങ്ങളെല്ലാം കോൺഗ്രസ് ഭരിക്കുന്നു. അതിനെ അടിസ്ഥാനത്തിൽ ദേശീയ തലത്തിലാണെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ രണ്ടും കൂടി ചേർന്നുള്ള ആൻറ്റി ഇൻകംബൻസി അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാവുന്നതാണ്. പിന്നെ പക്ഷേ എന്നാൽ മോദിയുടെ ഒരു കൾച്ചറൽ നാഷണലിസം ഉണ്ട്. ആ കൾച്ചറൽ നാഷണലിസത്തിൻ്റെ ഒരു റിവൈവൽ കൊണ്ടുവന്നിട്ടുള്ള ആൾ എന്നുള്ള നിലയിൽ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള അജണ്ട മതി എന്നുള്ളത് കൊണ്ടാണ് സ്വാഭാവികമായും രാമക്ഷേത്രവും അതിൻ്റെ പ്രാണപ്രതിഷ്ഠയും CAയും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. എല്ലാ ചിന്താധാരകളെയും ഒരുമിപ്പിക്കണം. ഇന്ത്യ മുന്നണിക്ക് ആ നിലയിൽ നോക്കൂ, നമ്മൾ ചെറുതാക്കി കാണാൻ പാടില്ലല്ലോ കാര്യങ്ങളെല്ലാം തന്നെയും. 2019 ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ത്യ മുന്നണി എന്ന സങ്കല്പം ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ വടക്കേ ഇന്ത്യയിൽ BJP അപരാജിത ശക്തിയാണ് എന്ന് പറയുമ്പോൾ അവിടെ കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തും, സമാജ്വാദി പാർട്ടി ഒരു സ്ഥാനാർത്ഥി നിർത്തും, ബംഗാളിൽ നിന്ന് പോയി തൃണമൂൽ കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥി നിർത്തും, ഡൽഹിയിൽ നിന്ന് വന്ന് ആം ആദ്മി പാർട്ടി ഒരു സ്ഥാനാർത്ഥി നിർത്തും, AMIM എവിടെയൊക്കെ ന്യൂനപക്ഷ സീറ്റുകളുണ്ടോ അവിടെ പോയി സ്ഥാനാർത്ഥി നിർത്തും, BSPയെ നിർത്തും. ഇങ്ങനെ ആകെ ഒരു കലാപാന്തരീക്ഷമായിരുന്നു BJP-ക്കെതിരെ. BJP ആണെങ്കിൽ പരമാവധി അതിൻ്റെ എല്ലാ സോഴ്സസിനെയും ഏകോപിപ്പിച്ചുകൊണ്ടാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. ഈ തവണ പക്ഷേ അതില്ല. AMIM-ഉം BSPയും ഒക്കെ തന്നെയും അതിൻ്റേതായ ശ്രമം നടത്തുമെങ്കിൽ പോലും തളർന്നിടക്കുകയാണ്. ഇപ്പോൾ തെലങ്കാന കൂടി കോൺഗ്രസ് പിടിച്ചതോടുകൂടി AMIM-നെ കുറിച്ചൊന്നും നമ്മൾ പ്രത്യേകിച്ച് കൂടുതലായി ഒന്നും കേൾക്കുന്നില്ല. BSP ആണെങ്കിൽ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നുള്ള അവസ്ഥയാണ്. അതേസമയം ആയിക്കോട്ടെ, സമാജ്വാദി പാർട്ടി ആയിക്കോട്ടെ, ആം ആദ്മി പാർട്ടി ആയിക്കോട്ടെ, നേരത്തെ ശ്രീ ഉണ്ണിബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വഴങ്ങി നിൽക്കുകയാണ്. അതായത് കോൺഗ്രസിനേക്കാൾ കൂടുതൽ BJPയെ അകറ്റി നിർത്തേണ്ടതിൻ്റെ ആവശ്യകത യഥാർത്ഥത്തിൽ സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ഗോവയിൽ അവർ നിരുപാധികം സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിട്ടുണ്ട് ആം ആദ്മി പാർട്ടി. അപ്പോൾ ഒന്ന്, പലയിടങ്ങളിലും അവർക്ക് സ്ഥാനാർത്ഥികൾ സഖ്യമുണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളത്. രണ്ട്, ഈ പറയുന്ന അനാവശ്യമായ സംസ്ഥാനങ്ങളിൽ ഇവർ പോയി സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ല എന്നുള്ളതുണ്ട്. ശരിയാണ്, ബംഗാളിൽ ഇനിയും സാധ്യതയുണ്ട് എന്ന് കോൺഗ്രസ് പറയുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഒരു യോജിപ്പിന് കോൺഗ്രസിനും തൃണമൂൽ കോൺഗ്രസിനും സാധിക്കാത്ത, എന്നാലും ഇടതുപക്ഷത്തിൻ്റെ ഒരു സാധ്യത എവിടെയില്ല. കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും അവിടെ ഒരു ധാരണയിലെത്താൻ സാധിക്കാതെ പോകുന്നത് ഒരു തിരിച്ചടിയായി വേണമെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ കാര്യത്തിൽ കാണാം. NDAയുടെ കാര്യത്തിൽ വന്നാൽ കോൺഗ്രസിനോ പ്രതിപക്ഷ പാർട്ടികൾക്കോ ഭരണവിരുദ്ധ വികാരം വലിയ നിലയിൽ ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വലിയ നേട്ടം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നമ്മൾ സർവേകൾ പൊതുവെ അതിൻ്റെ ശരാശരി നോക്കിയാൽ ഫെയർലി ഹൈ സാറ്റിസ്ഫാക്ടറി എന്ന നിലയിലാണ് നരേന്ദ്രമോദി സർക്കാരിനെ വിലയിരുത്തുന്നത്. 2004-ലും ഏതാണ്ട് സമാനമായ വിധത്തിൽ തന്നെയാണ് എല്ലാ സർവേകളും ഫെയർലി ഹൈ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള റേറ്റിംഗ് അന്നത്തെ AB വാജ്പേയി സർക്കാരിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയോളജിക്കൽ ഫൈറ്റിൽ സമാന്തരമായ ഒരു നറേറ്റീവ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ BJPക്കെതിരെ എന്നുള്ള ചോദ്യമാണ്. നമ്മൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. വരാൻ പോകുന്നു, ഈ ജാതീയത ഉയർത്താൻ പോകുന്നു, സംവരണം വരാൻ പോകുന്നു, ജാതി സർവേകൾ കൊണ്ടുവന്ന് അത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിഷയമാക്കാൻ പോകും. ആ വിഷയം തന്നെ ഉയർത്തിയ നിതീഷ് കുമാർ പോലും NDAയിലേക്ക് പോയതിലൂടെ BJPയുടെ ഒരു നാഷണൽ ഹിന്ദുത്വ നറേറ്റീവ് ഉണ്ടല്ലോ, ആ നറേറ്റീവ് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ അജണ്ട. അതിനെ പ്രതിരോധിക്കാൻ ആർക്ക് കഴിയും എന്നുള്ളത്, അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസും മറ്റു പാർട്ടികളും ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ ഭരണവിരുദ്ധ വികാരം പറയുന്നത് എത്ര കണ്ട് അടിത്തട്ടിൽ പ്രവർത്തിക്കുമെന്നുള്ളത് ഈ സർവേകൾക്ക് എന്തായാലും പ്രവചിക്കാൻ കഴിഞ്ഞിട്ടില്ല, നമുക്കും അറിയില്ല. അതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് വ്യക്തതയില്ല ഈ ആൻറ്റി ഇൻകംബൻസി എത്ര കണ്ട് വൃത്തിയായി പണിയെടുക്കും എന്നുള്ളത്. ഏതായാലും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാർച്ച് 23-ന് ബാലക്കോട്ട് ഉണ്ടായപ്പോൾ വലിയ രീതിയിലുള്ള ഒരു നാഷണൽ അപ്രൈസിംഗ് ഉണ്ടായിരുന്നു, ഒരു ഹിന്ദുത്വ നാഷണലിസം ഉണ്ടായിരുന്നു. ആ നാഷണലിസത്തിലാണ് 2019 വിജയിക്കാൻ കഴിഞ്ഞത്. അതേപോലൊരു നറേറ്റീവ് ഇനി ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് രാമക്ഷേത്ര നിർമ്മാണവും CA അടക്കമുള്ള ഹിന്ദുത്വ അജണ്ടയാണ്
ആ ഹിന്ദുത്വ അജണ്ടയിൽ BJPക്ക് ജയിക്കാൻ കഴിയുകയാണ് എങ്കിൽ അത് എത്ര കണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിട്ടുള്ള 3 ആയി തിരിച്ചാൽ വടക്കേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് വലിയ നിലയിൽ സീറ്റുകൾ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു 2019. അതാണ് നേരത്തെ ഉണ്ണി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇനി അവിടെ ഒന്നും കിട്ടാനില്ല, കൂടുതലായി ഒന്നും കിട്ടാനില്ല. പിന്നീട് അതുപോലെ തന്നെ പടിഞ്ഞാറൻ ഇന്ത്യയിലും ഉണ്ട്. ആ പടിഞ്ഞാറൻ ഇന്ത്യയിലേക്കും വലിയ നിലയിൽ സീറ്റ് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. തെക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമോ, കിഴക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇനി പരിശോധന നടക്കേണ്ടത്. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഹാട്രിക് വിജയം നേടുകയാണ് എങ്കിൽ ഇന്ത്യയിൽ 2025 മുതൽ ഒരു പുതിയ നറേറ്റീവ് കൊണ്ടുവരാനും ഇന്ത്യയുടെ ഭരണഘടനയെ തന്നെ മാറ്റം വരുത്തി ഒരു പുതിയ രാഷ്ട്രീയം കൊണ്ടുവരാനും ശ്രമിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നു. ആ നിലയിലുള്ള ഒരു യോജിപ്പിന് BJPയെ NDAയെ തോൽപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ അത് വലിയ വിജയമായിരിക്കും. അതല്ല എങ്കിൽ ഞാൻ കാണുന്നത് രാജ്യത്തിൻ്റെ ഭാവി തന്നെ, അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ ഭാവി തന്നെ അപകടത്തിലാകും എന്നാണ്. ശരി, സുജിയ. ഇക്കാര്യത്തിൽ 2019 പോലെ വലിയ കൂട്ടലും കിഴിക്കലും ഒന്നും ഇല്ലാതെ തന്നെ പറയാൻ കഴിയും. മോദി 3.0 ഈസ് ലോഡിംഗ്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ. അതിന് കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനം കൂടി ഞാൻ പറയാം. അതായത് ഈ 7 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടക്കുമ്പോൾ ഒരേ ഒരു കാര്യത്തിലേ ഞാൻ ആകാംക്ഷയോടെ നോക്കുന്നുള്ളൂ. ഈ പ്രൊജക്റ്റ് ചെയ്തതുപോലെ 400-ന് മുകളിലേക്ക്, അതായത് നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ 1984 ആ മാജിക് ഫിഗറിലേക്ക്, അതിനല്ലെങ്കിൽ അതിനെ ക്രോസ് ചെയ്യുന്ന രീതിയിലേക്ക് ഇത്തവണ NDA എത്തുമോ എന്നുള്ളത്. 400 കടക്കുമോ എന്നതല്ലാതെ, അല്ലെങ്കിൽ 400-ന് താഴെ നിൽക്കുമോ എന്നതല്ലാതെ ഇത്തവണ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നൊന്നും കണ്ണടച്ച് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോഴില്ല. അത്രയേറെ മുന്നോട്ട് പോയിരിക്കുകയാണ് നരേന്ദ്രമോദിയും BJPയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ആ പോൾ അരിത്തമെറ്റിക്, അവരുടെ സ്ട്രാറ്റജി, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. ഇതിൽ 2014 മുതൽ 2024 വരെയുള്ള 10 വർഷ കാലയളവിനിടയിൽ എന്താണ് കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ വെച്ചുകൊണ്ടാണ് അവർ വോട്ട് ചോദിക്കുന്നത്. 2004 പോലെയുള്ള ഒരു സാഹചര്യമല്ല, അല്ലെങ്കിൽ ഇന്ത്യ ഷൈനിങ് എന്നൊരു ക്യാച്ച് വേർഡിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് ഇന്ത്യ ഈസ് ആക്ച്വലി ഷൈനിങ്. അത് വിവിധ പദ്ധതികളുടെ പൂർത്തീകരണത്തിലൂടെ, നടപ്പാക്കിയ കാര്യങ്ങളിലൂടെ അവർ കാണിച്ചു തരികയാണ്. അവരുടെ ഒരു പോൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അതുതന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതിന് ബദലായിട്ട് ഈ ഭാരത് ജോഡോ ന്യായ യാത്രയൊന്നും ഇഫക്റ്റീവായ ഒരു മെക്കാനിസമായി ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല. നാളെ ഇപ്പോൾ ഭാരത് ജോഡോ ന്യായ യാത്ര അവസാനിക്കാൻ പോവുകയാണ്. അതിനുശേഷം വേണം അടുത്ത തെരഞ്ഞെടുപ്പ് പ്രചരണം അത് ഏത് രീതിയിൽ വേണം എന്നുള്ളത് ഡിസൈൻ ചെയ്ത് കോൺഗ്രസിന് ഇറങ്ങാൻ. കോൺഗ്രസ് ആണല്ലോ ആശയായി മുന്നിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി ഇപ്പോൾ നിൽക്കുന്നത് കോൺഗ്രസ് ആണ്. JDU ഇതിനകം തന്നെ, നിതീഷ് കുമാർ ഇതിനകം തന്നെ NDA ഫോൾഡിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 2014 അധികാരത്തിലെത്തുമ്പോൾ 25,700 കിലോമീറ്ററാണ് ദേശീയപാതയുടെ പണി പൂർത്തിയാക്കിയതെങ്കിൽ അത് നേരെ ഇരട്ടിയിലധികമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2024 പോൾ പ്രോമിസസ് അല്ല, ഡെലിവേർഡ് പ്രോമിസസ് ആണ് ഇത്തവണത്തെ ക്യാമ്പയിനിൽ മാനിഫെസ്റ്റോയുടെ ഭാഗമായി BJP അവതരിപ്പിക്കുന്നത്. 54,900 കിലോമീറ്റർ കംപ്ലീറ്റഡ് റോഡ്സ്, അത് കേരളത്തിലടക്കം വിസിബിൾ ആണ്. ദേശീയപാതയുടെ പണി നടക്കുന്നത്, പൂർത്തിയായ റോഡുകൾ, അങ്ങനെ രാജ്യം മുഴുവൻ വിസിബിൾ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് 10 വർഷം കൊണ്ട് നടപ്പാക്കാൻ കഴിഞ്ഞു എന്നത് പറഞ്ഞുകൊണ്ടാണ് അടുത്ത ഒരു മാൻഡേറ്റ് അവർ ചോദിക്കുന്നത്, ഇതിലും മെച്ചപ്പെട്ട സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി. അതിലിപ്പോൾ റെയിൽ നെറ്റ്വർക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് ട്രിപ്പിളാണ്. 21,800 കിലോമീറ്ററിൽ നിന്ന് 60,800 കിലോമീറ്റർ ആക്കിയാണ് റെയിൽ നെറ്റ്വർക്കിൻ്റെ, ഇലക്ട്രിഫൈഡ് റെയിൽ നെറ്റ്വർക്കിൻ്റെ കംപ്ലീഷൻ ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇലക്ട്രിഫൈഡ് റെയിൽ നെറ്റ്വർക്ക്. അപ്പോൾ ആ രീതിയിൽ ഡെലിവേർഡ് പ്രോമിസസ്, ഞാൻ 2-3 കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അതുപോലെ തന്നെ സ്റ്റാർട്ടപ്സ്, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ കഴിഞ്ഞ 10 വർഷ കാലയളവിനിടയിലാണ്. അതൊക്കെ ഈ പറയുന്ന, നമ്മൾ ആ വോട്ടർമാരുടെ ലിസ്റ്റ് കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ, യുവ വോട്ടർമാർ അല്ലെങ്കിൽ സ്ത്രീകൾ, അവരിലേക്കൊക്കെ കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിന്, അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായി വരുമാനം ഉണ്ടാക്കുന്നതിലേക്ക് നയിച്ച പദ്ധതികൾ, അത് വോട്ടായി മാറും, അതൊരു വോട്ടായി ട്രാൻസ്ഫോം ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2014 350 സ്റ്റാർട്ടപ്സ് ആണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോഴത്തെ നമ്പർ എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നതാണ്. 1,17,257. അത്രയും സ്റ്റാർട്ടപ്സ് ഇന്ന് ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഇതൊക്കെ വിസിബിൾ ചേഞ്ചസ് ആണ്. ഇതൊക്കെ കൃത്യമായി ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് വോട്ടായി കൺവേർട്ട് ചെയ്യുന്നതാണ് കാണാൻ പോകുന്നത്. പിന്നെ മറ്റ് മേഖലകളിലെ നേട്ടങ്ങൾ, അങ്ങനെ ഓരോന്നിൻ്റെയും കൃത്യമായിട്ടുള്ള കണക്കുകളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇൻഫ്ലേഷൻ 8.2% 5 കഴിയുന്നു. ഡാറ്റ പ്രൈസസ്, പിന്നീട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു യങ്സ്റ്റേഴ്സിനെ ഏറ്റവും കൂടുതൽ, അതായത് ഒരു ഇൻസ്റ്റാ ജനറേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മളടക്കം അതിനോട് കൂടുതൽ ഫെമിലറൈസ് ആയ വർഷങ്ങളാണ് കടന്നുപോയത്. അപ്പോൾ ഡാറ്റ പ്രൈസസ് പെർ GB 296 രൂപയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് 2014. എന്നാൽ ഇപ്പോൾ നമ്മൾ 10 രൂപ
10 പൈസ മാത്രമാണ് ഒരു GB കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതൊരു പ്രത്യേക വോട്ടർ ഗ്രൂപ്പിനെ, അതായത് യങ്സ്റ്റേഴ്സിനെ, ലെസ് ദാൻ 30 ഏജ് ഗ്രൂപ്പിനെ, അങ്ങനെയുള്ള ഗ്രൂപ്പിനെ കൃത്യമായി കാറ്റർ ചെയ്യുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തുള്ള ഒരു പോൾ അരിത്തമെറ്റിക് അവിടെ സംഭവിക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ വിശദാംശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ച 1984 അന്ന് ഡിസംബറിലും 85 സെപ്റ്റംബറിലും നടന്ന അസമിലെയും പഞ്ചാബിലെയുമാണ് അന്ന് ഇലക്ഷൻ നടക്കാത്തത് മൂലം 85-ൽ നടക്കുന്നത്. അപ്പോൾ അതിൽ 541-ൽ 414 അങ്ങനെയാണ് കോൺഗ്രസ് റെക്കോർഡ് ഇടുന്നത്. ആ ഒരു ഫിഗറിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ളതാണ് ആകാംക്ഷ. അതിനായി ഇവരുടെ മുന്നിലുള്ള ആയുധങ്ങൾ എന്തൊക്കെയാണ്, ഒരു ഇലക്ട്രൽ വെപ്പൺസ് എന്തൊക്കെയാണ്? ഒന്നാമത്തേത് നരേന്ദ്രമോദി ഫാക്ടറാണ്. അപ്പോൾ നരേന്ദ്രമോദി എന്ന മാൻ ആൻഡ് ദ മെക്കാനിസം, അത് രണ്ടും കൂടി ഒന്നിച്ച് കൊണ്ടുപോവുക എന്ന കൃത്യമായ സ്ട്രാറ്റജി അവർ പുറത്തെടുത്ത് കഴിഞ്ഞിട്ട് 10 വർഷമായി അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയുള്ള അതിൻ്റെ ഒരു വിസിബിൾ ആയുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ BJPയുടെ സംഘടനാ ശേഷി, അവർ താഴെ തട്ട് മുതൽ എങ്ങനെയാണ് അത് നടപ്പാക്കുന്നത്, കോൺഗ്രസ് എവിടെയാണ് ദുർബലമാകുന്നത് എന്നത് കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടതാണ്. ഇവിടെ ഉണ്ണിസാർ അടക്കം ജാതി സെൻസസ് വലിയ ഘടകമാകുമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ അന്ന് അതിനെ എതിർക്കാനുള്ള കാരണം ഇതാണ്. കാരണം ജാതി സെൻസസ് പോലെയുള്ള ഒരു വിഷയം ജനങ്ങളിലേക്ക് ഇറങ്ങി അവരുടെ വോട്ട് ഇല്ലാതാക്കുന്ന തരത്തിലൊരു പ്രചാരണം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സാക്ഷാൽ നിതീഷ് കുമാറിന് പോലും അത് കൃത്യമായി പറഞ്ഞെങ്കിലും ആ രീതിയിൽ തുടരാൻ കഴിയാതെ ഇപ്പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. പിന്നെ ഒരു ബൗദ്ധിക നേതൃത്വം, ഒരു ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഇതിന് പിന്നിൽ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. അതിനനുസരിച്ചാണ് പദ്ധതികൾ ഓരോന്നും ആളുകളിലേക്ക് എത്തിക്കുന്നത് അല്ലെങ്കിൽ വോട്ട് ഉറപ്പിക്കുന്നത്. അയോധ്യ രാമക്ഷേത്രം നടപ്പാക്കിയത് ബാലാക്കോട്ടും പുൽവാമയും ഒക്കെ കഴിഞ്ഞ തവണ നടന്നു, അതുകൊണ്ടാണ് വോട്ടുറപ്പാക്കിയതെന്ന് പറയുമ്പോൾ ഇത്തവണ ഡെലിവേർഡ് പ്രോമിസസ്, ഞാൻ നേരത്തെ പറഞ്ഞത് ഇൻഫ്രാസ്ട്രക്ചറലായുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ മറ്റ് പദ്ധതികളുടെ കാര്യങ്ങളാണെങ്കിൽ ഇത് ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഒന്നാണ്. അയോധ്യ രാമക്ഷേത്രം പ്രഖ്യാപിച്ചു, നടപ്പാക്കി. അതുപോലെ തന്നെ പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി ആർട്ടിക്കിൾ 370 അടക്കം അവർ ആവർത്തിച്ച് പറയുന്നതാണ്. അങ്ങനെ ഓരോന്നും ഞങ്ങൾ നടപ്പാക്കിയില്ലേ, അപ്പോൾ രാജ്യത്തെ വികസിതമാക്കും, 2047 വികസിത ഇന്ത്യയാണ് എന്ന് പറയുമ്പോൾ ആ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനായി ഒരു മാൻഡേറ്റ് കൂടി വേണമെന്ന് പറയുമ്പോൾ അത് കൊടുക്കാൻ പാകത്തിലുള്ള ഒരു സാഹചര്യം, അങ്ങനെയുള്ള ഒരു പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് ഇന്ന് ഇന്ത്യയിലുണ്ട്. പിന്നെ ആഗോളതലത്തിലുള്ള നരേന്ദ്രമോദി കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രതിച്ഛായയുണ്ട്. അതായത് ലോക നേതാക്കളുമായുള്ള സൗഹൃദം, ലോക നേതാക്കൾ ഇന്ത്യയോട് കാണിക്കുന്ന ആ ഒരു വാംത്ത്, അത് കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ഏറ്റവും വിസിബിൾ ആയിട്ടുള്ള കാര്യമാണെന്നതും അത് ശത്രുക്കൾ പോലും സമ്മതിക്കും. ഈ 400+ നരേന്ദ്രമോദി ആദ്യമായി പറയുന്നത് ഇക്കഴിഞ്ഞ ജനുവരിയിലാണ്. വാരാണസി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ തന്നെയാണ് ഈ 400+ എന്നുള്ള കാര്യം പറയുന്നത്. പിന്നീട് പാർലമെന്റിൽ നന്ദി പ്രമേയ ചർച്ചയ്ക്കിടയിൽ പറഞ്ഞപ്പോഴാണ് ഈ അബ് കി ബാർ 400 പാർ എന്നുള്ളത് ആ വാചകമായി തന്നെ എടുത്തു പ്രയോഗിക്കപ്പെട്ടു തുടങ്ങിയത്. അപ്പോൾ ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് 7 ഘട്ടങ്ങളിലായി കൃത്യമായ സീറ്റെണ്ണം തികച്ചുകൊണ്ട് വോട്ടെടുപ്പ് നടക്കുന്നത്? അതിൽ ബീഹാറും വെസ്റ്റ് ബംഗാളും UPയും 7 ഘട്ടങ്ങളിലും വോട്ടെടുപ്പിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ട് കൃത്യമായി ഓരോ ഇടങ്ങളിലെയും, ഉണ്ണിസാർ നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഇതിലധികം സീറ്റുകൾ എവിടെ നിന്ന് കിട്ടാനാണെന്ന്. അതിന് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി ഉള്ളത് കൊണ്ടാണ് ആ രീതിയിൽ തന്നെ ക്യാമ്പയിൻ ഓർഗനൈസ് ചെയ്യുന്നത്. അവർ കൃത്യമായി ആ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാനായി തയ്യാറെടുക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഞാൻ കണ്ട ഒരു ഘടകം ഞാൻ പറയാം. നരേന്ദ്രമോദിയുടെ നമോ ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. അതിൽ 2 കോടി ആക്റ്റീവ് യൂസേഴ്സിനെ വെച്ചുകൊണ്ടാണ് സർവേസ് നടത്തുന്നത്. അപ്പോൾ ആ സർവേസിലൂടെയാണ് എങ്ങനെയാണ് സ്ട്രാറ്റജീസ് മാറ്റേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ സ്കീമുകൾ, അതൊന്നും BJP പ്രവർത്തകർ നേരിട്ട് പോയി എല്ലാവരോടും പറയുന്നതോ നേതാക്കൾ എല്ലാവരോടും പോയി പറയുന്നതോ ഒരുപക്ഷെ കേരളത്തിൽ അധികം കാണാത്തത് കൊണ്ടായിരിക്കാം എന്താണ് ഇവരുടെ സ്ട്രാറ്റജി എന്നുള്ളത് വിസിബിളായി ഇവിടെ മനസ്സിലാകാത്തത്. പക്ഷേ ഇവിടെ കൃത്യമായ ഫീഡ്ബാക്ക് എടുക്കുന്നുണ്ട്. ആ ഫീഡ്ബാക്ക് വെച്ചുകൊണ്ടാണ് ഈ കൃത്യമായി കാര്യങ്ങൾ നടപ്പാക്കുന്നത്. ഇക്കഴിഞ്ഞ ഡിസംബറിൽ നടന്നത് ജൻമൻ സർവേ എന്ന് പറയുന്ന സർവേയാണ്. അതിൽ നിന്ന് MP-മാരുടെ ജനപ്രീതി അളക്കുന്നു. അങ്ങനെയാണ് നേരത്തെ ഒഴിവാക്കിയ MP-മാരെ ഒന്നും വേറെ ഏതെങ്കിലും നേതാവ് പോയി പരാതി പറയുന്നത് കൊണ്ട് എടുത്ത് മാറ്റിവെക്കുന്നതല്ല, ജനങ്ങളുടെ അഭിപ്രായം കൂടി അറിഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ കൃത്യമായ സർവേ നടത്തിക്കൊണ്ടാണ്, ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള പൾസ് മനസ്സിലാക്കിക്കൊണ്ടാണ് അങ്ങനെയുള്ള മാറ്റങ്ങൾ. അതായത് ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്നത് പ്രതിപക്ഷം പറയുന്നതിന് മുൻപ് തന്നെ ഈ ടീം, നരേന്ദ്രമോദിയുടെ ടീം അറിയുകയാണ്. അങ്ങനെയാണ് അവർ കഴിഞ്ഞ തവണത്തെ പ്രകടനം ആവർത്തിക്കാൻ സാധ്യതയില്ലാത്തവരെ നിഷ്പ്രയാസം എത്ര ഫേവറേറ്റ്സ് ആയാൽ പോലും എടുത്ത് മാറ്റുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അപ്പോൾ അങ്ങനെയുള്ള കൃത്യമായ ഒരു സ്ട്രാറ്റജിയുണ്ട്. ആ സ്ട്രാറ്റജി ആവിഷ്കരിക്കുന്നതിനായിട്ടുള്ള നല്ല ഒരു ടീമുണ്ട്. ആ ഒരു ടീമിനോടാണ് പ്രത്യേകിച്ച് ഒരു സ്ട്രാറ്റജി ഇല്ലാത്ത, പ്രത്യേകിച്ച് ഒരു ഏതെങ്കിലും തരത്തിൽ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാത്ത ഒരു മുന്നണി ഇന്ത്യ ഫ്രണ്ട്, ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്നത് എത്രത്തോളം വിസിബിൾ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ റാലികൾക്കപ്പുറം എങ്ങനെയാണ് ഇപ്പോൾ സീറ്റ് ഡിവിഷനിലേക്ക് എത്തി എന്നുള്ളത് ഓഫ് കോഴ്സ് ഞാനത് അംഗീകരിക്കുന്നു. പക്ഷേ എന്താണ് അവരുടെ പെർഫോമൻസ് ഇൻഡെക്സ് വേഴ്സസ് നരേന്ദ്രമോദിയുടെയും NDAയുടെയും പെർഫോമൻസ് ഇൻഡെക്സ്, അത് രണ്ടും എടുത്തുള്ള ഒരു കമ്പാരിസൺ നോക്കിയാൽ ആരാണ് കൂടുതൽ ഫാസ്റ്റായി കൃത്യമായി പ്ലാൻഡായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. ഓരോ സംസ്ഥാന
സംസ്ഥാനങ്ങളിലും സഖ്യകക്ഷികളെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇൻ കേസ് എവിടെയെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യാനായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നത്. തമിഴ്നാട്ടിലടക്കം ഇപ്പോൾ TDP അങ്ങനെ പുറത്തുനിന്ന് പിന്തുണയ്ക്കാൻ സാധ്യതയുള്ളവരെ ഒപ്പം ചേർത്ത് നിർത്തുക, ഒപ്പം വരുന്നവരെ ഒപ്പം കൂട്ടുക, അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായ പ്ലാനോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു സാധ്യതയും ഇന്ത്യ മുന്നണിക്ക് ഇത്തവണ അധികാരം പിടിക്കാൻ ഞാൻ കാണുന്നില്ല. പിന്നെ കേരള സ്റ്റോറിയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രം കേരള സ്റ്റോറി കേരളത്തെ ഇകഴ്ത്തുന്നത് എന്ന് പറഞ്ഞ ഒറ്റ വരി കൊണ്ട് പറയേണ്ട ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കേരളത്തെ അപമാനിക്കുന്ന ഒന്നുമല്ല അതിലുള്ളത്. നടന്ന ഒരു സംഭവം വെച്ചുകൊണ്ടുള്ള ഒരു സ്റ്റോറി എന്ന് പറയുമ്പോൾ അതിലെ ഫിക്ഷണൽ എലമെന്റ്സ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ചേർത്തുകൊണ്ട് തയ്യാറാക്കിയ ഒരു സിനിമയായി അതിനെ കണ്ടാൽ, അല്ലാതെ ആ വിഷയം എടുത്ത് ഇവിടേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇപ്പോൾ വെള്ളിയാഴ്ചയാണ്, ഏപ്രിൽ 26 വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച വോട്ടെടുപ്പ് വിശ്വാസികൾക്ക് അസൗകര്യം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗും സമസ്തയും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ജുമാ നമസ്കാരത്തിന് പള്ളിയിൽ പോകുന്ന വിശ്വാസികൾക്ക് തടസ്സമാകും. അതുകൊണ്ട് കേരളത്തിലെ വോട്ടെടുപ്പ് ഏപ്രിൽ 26 വെള്ളിയാഴ്ചയിൽ നിന്ന് മാറ്റിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സമസ്ത ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇമെയിൽ അയച്ചിരിക്കുന്നത്. അപ്പോൾ ഒറ്റഘട്ടമായി ഏപ്രിൽ 26 നടക്കുന്ന വോട്ടെടുപ്പ് അത് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷം മുന്നോട്ട് പോകുമോ എന്നുള്ളതും ഞാൻ ആകാംക്ഷയോടെ നോക്കിക്കാണുകയാണ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് ടേക്ക്. ദർ ഇസ് നോ ഡൗട്ട് അപ്പോൾ ഈ 3.0 അത് ലോഡ് ചെയ്യുകയാണെന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ ഇലക്ഷൻ ഡേറ്റ്സ് ഡിക്ലെയർ ചെയ്യുന്ന ഈ ദിവസത്തിൽ എനിക്ക് പറയാനുള്ളത്. ശരി, കളം ഒരുങ്ങിയോ എന്ന ചോദ്യത്തിന് കളം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ ഇപ്പോൾ LDFും UDFും തമ്മിലാണ് മത്സരം. അതിൽ നിന്നൊരു മാറിയ സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷെ അപ്പോഴും ഇപ്പോൾ തിരുവനന്തപുരത്തും തൃശ്ശൂരും തീർച്ചയായും ഒരു ത്രികോണ മത്സരമുണ്ട്. അതിലപ്പുറം കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് ത്രികോണ മത്സരമുണ്ട് എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ വലിയ പ്രകടനം കാഴ്ചവെക്കാൻ BJPക്ക് ആകും എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ BJPക്ക് ആകുന്നു. അത്തരത്തിൽ EP നടത്തിയ പോലുള്ള പ്രതികരണങ്ങൾ അവർക്ക് സഹായകമാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പ്രതീതി സൃഷ്ടിക്കാനുള്ള ശ്രമം നടക്കുന്നു. മോദി 3 മാസത്തിനിടെ 4ാം തവണയും കേരളത്തിൽ വരുന്നു. പക്ഷേ ഇത് 2019 ആ രൂപത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ ആ വരവ് കൊണ്ടൊന്നും കേരളത്തിലൊരു പ്രത്യേക മാറ്റം ഉണ്ടാകുമെന്ന് കരുതാനാകില്ല. അതേസമയം ഇവിടെ ഈ പറഞ്ഞ CA വിഷയമൊക്കെ വലിയ രൂപത്തിൽ ചർച്ചയാകും. അത് വലിയ രൂപത്തിൽ ബാധിക്കുകയും ചെയ്യും തിരഞ്ഞെടുപ്പിൽ. അത് ഇടതുപക്ഷത്തിനാണോ UDFിനാണോ അത് ഗുണം ചെയ്യുക എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നു. ഒരു വശത്ത് അത് പ്രീണനമാണ് എന്ന് പറയുന്നു. അപ്പോൾ സുജയ് ചൂണ്ടിക്കാണിച്ച വെള്ളിയാഴ്ച എന്ന ദിവസം മാറ്റിവെക്കണം എന്ന് സമസ്ത ആവശ്യപ്പെടുമ്പോൾ, ലീഗ് ആവശ്യപ്പെടുമ്പോൾ CPM എന്ത് നിലപാടെടുക്കും, അല്ലെങ്കിൽ ഇടത് സർക്കാർ എന്ത് നിലപാടെടുക്കുമെന്ന് പറയുന്നത് തന്നെ അതൊരു പ്രീണന നിലപാടാണ് എന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്നതുകൊണ്ടാണ്. അത് അവരുടെ ഒരു ആവശ്യമാണ്, അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അത് അവർ മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ ഈ CA വിഷയം ആ രൂപത്തിൽ ചുരുക്കി കാണാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നിശ്ചയിക്കുന്ന ഒരു വലിയ തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോകുമ്പോൾ അതിനെ ഒരുമിച്ച് എതിർക്കേണ്ടതുണ്ട് എന്നൊരു സാഹചര്യം. അത് കേരളം ഒറ്റക്കെട്ടായി തന്നെയാണ് മനസ്സിലാക്കുന്നത്. LDF UDF വ്യത്യാസമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ ഒരു മാറിയ സാഹചര്യം ഉണ്ടാകാൻ പോകുന്നില്ല. അത് UDFിനാണോ LDFിനാണോ ഗുണം ചെയ്യുക എന്ന് വിവിധ വിഷയങ്ങളിൽ എടുക്കുന്ന നിലപാടനുസരിച്ച് ജനം തീരുമാനിക്കും. ഇനിയിപ്പോൾ ഇപ്പോൾ പറയുന്ന 400 കടക്കും എന്നുള്ള വാദം, 400 കടക്കും എന്ന ആത്മവിശ്വാസത്തോടെ പറയുന്നതിന് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. ഈ 353 നിന്നും മാറിക്കൊണ്ട് വലിയൊരു സംഖ്യയിലേക്ക് ഇന്ത്യ വരാനുള്ള എന്ത് സാഹചര്യമാണ് ഉള്ളത്? ഒരു വശത്ത് വികസനത്തിൻ്റെ കണക്കുകൾ പറയുന്നു. ആ കണക്കുകളെ വിദഗ്ധർ പല ഘട്ടങ്ങളിലും പല രൂപത്തിൽ അപ്പുറത്ത് ഖണ്ഡിക്കുകയും ചെയ്യുന്നുണ്ട്. BJPക്ക് അനുകൂലമായ നെറേറ്റീവ് ഉണ്ടാക്കാൻ നേരത്തെ പല ചർച്ചകളിലായി MV നികേഷ് കുമാറും ഉണ്ണിഭാഷനൊക്കെ ചൂണ്ടിക്കാണിച്ച പോലെ ദേശീയ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ, രാജ്യത്തെ ഹിന്ദി മാധ്യമങ്ങളൊക്കെ മോദി എങ്ങോട്ട് പോകുന്നു, മോദിയുടെ പ്രസംഗം എന്ത്, മോദി എന്താണ് പറയുന്നതെന്ന് മാത്രം വാർത്തയാക്കുകയും പ്രതിപക്ഷ ശബ്ദം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി പല മാധ്യമപ്രവർത്തകരെ തന്നെ ബഹിഷ്കരിക്കുന്ന ഒരു തീരുമാനത്തിലേക്കൊക്കെ പോയിട്ടുള്ളത്. അപ്പോൾ ആ രൂപത്തിൽ പോകേണ്ടതുണ്ട് എന്നുള്ള ചർച്ച വേറെ കാര്യം. അതേസമയം BJPയുടെ മുഖമായി അല്ലെങ്കിൽ BJPക്ക് പറയാനുള്ളത് മാത്രം പറയുകയും അവരാണ് കളം പിടിക്കുക എന്ന് പറഞ്ഞു ഉറപ്പിക്കാനുള്ള ശ്രമം ഇത്തരത്തിൽ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. അതിലപ്പുറം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്ക് എന്തനുഭവിക്കുന്നു എന്നുള്ള മറ്റൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. അപ്പോൾ രാമക്ഷേത്രം എന്ന ഒരു വിഷയത്തിൽ മാത്രം ഒതുങ്ങിയാൽ ആ രൂപത്തിൽ മുഴുവൻ വോട്ടും കിട്ടില്ല എന്നുകൊണ്ടായിരിക്കാം വീണ്ടും CA വിഷയം എടുത്തുകൊണ്ടുവരുന്നത്. അപ്പോൾ വിഭജനത്തിൻ്റെ, വർഗീയ ധ്രുവീകരണത്തിൻ്റെ വോട്ട് ആ രൂപത്തിൽ നേടാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അക്കാര്യത്തിലുള്ളത്. ഇനിയിപ്പോൾ ഈ ബംഗാൾ, ആന്ധ്ര, കർണാടക, മഹാരാഷ്ട്ര, ബീഹാർ, UP ഈ സംസ്ഥാനങ്ങളിൽ എന്ത് നടക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും നിർണായകമായിരിക്കുന്നത്. ഈ ബംഗാളിൽ 42-ൽ 18 കഴിഞ്ഞ തവണ BJP നേടി. ഇത്തവണ അതിൽ കൂടുതൽ നേടാനാണ് CA വിഷയം ഉന്നയിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ തീർച്ചയായും അത് BJPക്ക് ഒരു തരത്തിൽ ഗുണം ചെയ്യുകയും ചെയ്യും. സന്ദേശ് ഖോലി പോലുള്ള വിഷയങ്ങളുണ്ട്. അപ്പോൾ
അവിടുത്തെ എണ്ണം ഉയർത്തുന്നു എന്നുള്ളത് ഇന്ത്യക്ക് പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ബംഗാളിൽ ഈ മത്വ, രാജ്ബൻഷി തുടങ്ങിയ വിഭാഗങ്ങളാണ് CA അനുകൂലികളായിട്ടുള്ളത്. 17% പേരും പട്ടികജാതിയിൽപ്പെട്ട മത്വ വിഭാഗമാണ്. ഏകദേശം 1.75 കോടിയിലധികം വോട്ടർമാരുണ്ട്. ഈ 2019 ബംഗാളിൽ നിന്ന് 18 സീറ്റ് നേടുമ്പോൾ അവിടെ CA വിഷയം BJP ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഇത്തവണയും അതേ കാര്യം തന്നെ മുന്നോട്ട് വയ്ക്കുകയാണ്. അത് ഒരുപക്ഷെ ഗുണം ചെയ്യുമായിരിക്കാം. പക്ഷേ അസമിലാകട്ടെ അത് നേരെ തിരിച്ചടിക്കുകയാണ് ചെയ്യുക. അസമിൽ BJPക്ക് വോട്ട് നഷ്ടപ്പെടുകയാണ് ചെയ്യുകയാണെന്ന് വേണം കരുതാൻ. അത് അവിടെ കുടിയേറ്റക്കാർ സംസ്കാരത്തെ നശിപ്പിക്കുമെന്നാണ് കരുതുന്നത്. മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല അവിടുത്തെ പ്രശ്നം, കുടിയേറ്റമാണ് അവിടുത്തെ പ്രശ്നം. അത് ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഒന്നാണ്, അവരുടെ സംസ്കാരത്തെ നശിപ്പിക്കരുത് എന്നൊക്കെ ഒരു നിലപാട് അസംകാർക്കുണ്ട്. 14-ൽ 9 സീറ്റാണ് നിലവിൽ BJPക്ക് അവിടെയുള്ളത്. പക്ഷേ വോട്ട് ശതമാനത്തിൽ കോൺഗ്രസുമായി 1% താഴെ മാത്രമേ വ്യത്യാസമുള്ളൂ. 36.4 BJP, 35.8 കോൺഗ്രസ്. അപ്പോൾ കോൺഗ്രസിന് നിലവിൽ 3 സീറ്റുണ്ട്. ഈ നേരിയ വ്യത്യാസം CA തിരിച്ചടിയിലൂടെ BJPക്ക് നഷ്ടമാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അതൊരു കോൺഗ്രസ് നേട്ടമാകുമോ എന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുന്നു. ബീഹാറിൽ ഇപ്പോൾ നിതീഷിന് കൂടുമാറ്റം ഗുണം ചെയ്യുന്ന BJP കണക്കൂട്ടുമ്പോൾ അപ്പുറത്ത് ഈ ജാതി സെൻസസ് എന്ന വിഷയമൊക്കെ ഉന്നയിക്കുമ്പോൾ അവിടെ RJDയുമായി ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ RJDയോട് എന്ത് നിലപാടെടുക്കുന്നു അവിടെയുള്ളവർ? ഈ പറഞ്ഞ മാതിരി ഭരണവിരുദ്ധ വികാരം ഏത് രൂപത്തിൽ പ്രതിഫലിക്കുമെന്നുള്ളതൊക്കെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുന്നു. മഹാരാഷ്ട്രയിലാണ് പിന്നെ ഏറ്റവും കൂടുതൽ, UP കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുള്ളത് മഹാരാഷ്ട്രയിലാണ്. അവിടെ 2 പാർട്ടികളിലെ പിളർപ്പാണ്, ശിവസേനയുടെയും NCPയിലെയും പിളർപ്പ്. ശിവസേനയിലെ പിളർപ്പ് BJPക്ക് പ്രതികൂലമാകുന്നു, NCPയിലെ ഇന്ത്യ മുന്നണിക്കും പ്രതികൂലമാകുന്നു. അങ്ങനെയുള്ള ഘടകങ്ങൾ അവിടെ നിൽക്കുകയാണ്. ഈ 400 കടന്ന ഒരു സാഹചര്യമുള്ളത് രാജീവ് ഗാന്ധിക്കായിരുന്നു. രാജീവ് ഗാന്ധിക്കാണ് 414 സീറ്റ് ലഭിച്ചിട്ടുള്ളത്. ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ്. അപ്പോൾ ആ ഒരു വലിയ കണക്കിലേക്കുള്ള ആത്മവിശ്വാസം എങ്ങനെ ഉയരുന്നു? യഥാർത്ഥത്തിൽ BJPയുടെ അകത്തളത്തിലെ ചർച്ചകളിൽ കഴിഞ്ഞ തവണത്തേതുപോലുള്ള ആത്മവിശ്വാസം കുറവാണ് എന്ന രൂപത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ 400 കടക്കുന്നു എന്നുള്ളൊരു മുദ്രാവാക്യമായി ഉയർത്തുകയും അതിനുള്ള മറ്റു നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. ഏതായാലും അനുകൂലമായ സാഹചര്യങ്ങൾ പല രൂപത്തിൽ കളം പിടിക്കാനുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ടുവരികയാണ്. നേരത്തെ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മിറ്റിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നു. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ കാര്യത്തിൽ സർക്കാർ മാത്രമാണ്, അല്ലെങ്കിൽ ഭരണപക്ഷം മാത്രം നിലപാടെടുക്കുന്ന, പ്രതിപക്ഷത്തിന് ശബ്ദമില്ലാത്ത രൂപത്തിലേക്ക് തീരുമാനങ്ങൾ പോവുകയും ജനാധിപത്യപരമായുള്ള ജനാധിപത്യ മൂല്യങ്ങളില്ലാത്ത തീരുമാനങ്ങളിലേക്ക് പോവുകയും അതങ്ങനെ ചുരുക്കി കൊണ്ടുവരികയും ചെയ്യുമ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ അതൊരു വിജയമെന്ന് വേറൊരു തരത്തിൽ വ്യാഖ്യാനിക്കാം. ആ വിജയം യഥാർത്ഥ വിജയമാണോ എന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുന്നു. അതാണ് നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യം. എനിക്കൊരു കാര്യം പറയാനുള്ളത്, നേരത്തെ സുജയ പറഞ്ഞല്ലോ, ഇപ്പം ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് അടക്കമുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നു. നോക്കൂ, 2004 BJP മുന്നോട്ട് വെച്ചത് ഇന്ത്യ ഷൈനിങ് എന്നുള്ള ക്യാമ്പയിനാണ്. എന്താണ് ആ ക്യാമ്പയിൻ പ്രധാനമായും പറഞ്ഞത്? ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ഈ ടെലികോം രംഗത്തുണ്ടായിട്ടുള്ള വലിയ ബൂം, ഈ പറയുന്ന മൊബൈൽ ഫോണൊക്കെ വലിയ രീതിയിൽ വ്യാപിച്ച സമയമാണിത്. അതിനെയൊക്കെ ഊന്നിയാണ് അന്ന് അവർ പ്രചാരണം നടത്തിയിരുന്നത്. ആ പ്രചാരണം പൊളിഞ്ഞു പോവുകയാണ് ചെയ്തത്. എന്നാൽ 2004 അധികാരത്തിൽ വന്ന കോൺഗ്രസ് ഗവൺമെൻറ് 2009 വിജയം ആവർത്തിക്കുന്നുണ്ട്. ആദ്യമായിട്ട് 91 നരസിംഹറാവുവിൻ്റെ സർക്കാരിന് ശേഷം 200 എന്ന നമ്പർ കോൺഗ്രസ് കടക്കുന്നത് 2009 2009 200 കടക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ, അത് NREGA, ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം കൊണ്ടുവരികയും ഗ്രാമങ്ങളിൽ ആളുകൾക്ക് തൊഴിൽ കിട്ടുകയും ചെയ്തു എന്നുള്ളതാണ്. ഞാൻ ആ സമയത്ത് ബീഹാറിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. വളരെ എംപവേർഡാണ് ഗ്രാമീണരായിട്ടുള്ള ആളുകൾ. അവർക്ക് 100 ദിവസം തൊഴിൽ ഉറപ്പായിരിക്കുകയാണ്. അതേസമയം 2014 അത് ആ സർക്കാർ താഴ്പോകുന്ന ഒറ്റ കാരണമാണ് അഴിമതി എന്ന് പറയുന്ന പ്രശ്നം. ഇവിടെ നോക്കൂ, ഇപ്പോൾ 2014 നിന്ന് 2024 എത്തുമ്പം സുജയ, വിലക്കയറ്റം ഒരു വലിയ പ്രശ്നമാണ് ഇന്ത്യയിൽ. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും കർഷകർ ഇന്ത്യയിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്, പറയട്ടെ, ഇപ്പം നിങ്ങൾ എന്തിനാണ് ഇന്നലെ ഇന്ധന വില കുറച്ചത്? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് BJP കുറയ്ക്കുന്നത് എന്തിനാണ്? പാചകവാതകത്തിന്റെ വില കുറയ്ക്കുന്നത് എന്തിനാണ്? ഈ തെരഞ്ഞെടുപ്പ് നല്ല കാര്യമാണ്. ജനങ്ങൾക്ക് ഒന്നാമത് പറഞ്ഞു തരട്ടെ, 1 മിനിറ്റ് എടുക്കത്തുള്ളൂ, പറഞ്ഞു തരട്ടെ, അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. ഞാൻ പറയുന്നത് ഇന്ത്യയുടെ യാഥാർത്ഥ്യമാണ്. അതൊന്ന് തൊഴിലില്ലായ്മ എന്നൊരു പ്രശ്നമുണ്ട്. തൊഴിലില്ലായ്മ ഇല്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണല്ലോ 4 ചെറുപ്പക്കാർ പാർലമെൻറ്റിൽ കയറി. പാർലമെൻറ്റ് ആക്രമണം എന്നൊന്നും നമ്മൾ പറയരുത്, പാർലമെൻറ്റിൽ പ്രതിഷേധിച്ചതിൻ്റെ കാര്യം എന്ന് പറയുന്നത് തൊഴിലില്ലായ്മ തന്നെയാണ്. NREGA ബജറ്റ് അലോക്കേഷനൊക്കെ എത്ര കൊണ്ട് കുറഞ്ഞിരിക്കുന്നു. ഗ്രാമങ്ങളിൽ കർഷകർ പ്രതിസന്ധിയിലാകുമ്പോൾ അവർക്ക് തൊഴിൽ കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു, അതുപോലും ഇല്ലാത്തൊരവസ്ഥയുണ്ട്. ഈ രീതിയിലാണ് കാര്യങ്ങൾ. അപ്പം നമ്മളിവിടെ ഈ 4 വരിപ്പാത 6 വരിപ്പാതയൊക്കെ ഓഫ് കോഴ്സ് നല്ല കാര്യമാണ്, അല്ലെങ്കിൽ ഒരുപാട് എയർപോർട്ടുകൾ തുറന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ട്. ഇപ്പോൾ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടൊരു GHIയുടെ 2023 റിപ്പോർട്ട് പ്രകാരം 111ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക്. 111ാമത്തെ സ്ഥാനം 125 രാജ്യങ്ങളിൽ. അപ്പോൾ മനുഷ്യരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട്, തുറച്ചു നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യങ്ങളെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് അയോധ്യയിലെ രാമക്ഷേത്രം ഈ തിരക്കിട്ട് പിടിച്ച് ഉദ്ഘാടനം ചെയ്തതെന്നേ. നിങ്ങൾ ഈ പറയുന്ന BJPക്ക് ഈ പറയുന്ന ഈ വികസന പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റം കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ CAA കൊണ്ടുവരേണ്ട കാര്യമില്ല.
രാമക്ഷേത്രം തിരക്കിട്ട് പിടിച്ച് ഉദ്ഘാടനം ചെയ്യേണ്ട കാര്യമില്ല. അതിനൊക്കെ അപ്പുറത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ചില റിയാലിറ്റികൾ മനുഷ്യർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത് അനുകൂലമായ ഒരു ജനവിധി ഉണ്ടാവും എന്നൊന്നും അങ്ങ് കണ്ണടച്ച് BJP വിശ്വസിക്കുന്നില്ല എന്നെനിക്ക് ഉറപ്പാണ്. നമുക്ക് പുറത്തു നിന്ന് അവർ ഭയങ്കര ആത്മവിശ്വാസത്തിലാണ് എന്നൊക്കെ പറയാമെങ്കിൽ കൂടിയും അത്ര ഒരു ആത്മവിശ്വാസം ആ പാർട്ടിക്കോ ആ മുന്നണിക്കോ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ടാണ് ഏറ്റവും ചെറിയ കക്ഷിയുമായി പോലും ചേർന്നുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ പറയുന്ന സീറ്റ് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 55% വോട്ട് വേണം ഈ 400 സീറ്റിന് വേണ്ടി പോകണമെങ്കിൽ. മോർ ദാൻ 50% വോട്ട് കിട്ടണം. ഇപ്പോൾ എന്താ സ്ഥിതി എന്നറിയാമോ? ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയിൽ BJPയുടെ പിന്തുണ എത്രയാണെന്നറിയോ? മൊത്തം ജനസംഖ്യ 140 കോടിയിൽ 16%. ഞാൻ അവരുടെ വോട്ട് പെർസെൻറ്റേജ് വെച്ചാണ് പറയുന്നത്. അതിനകത്ത് തന്നെ വോട്ടിംഗ് പോപ്പുലേഷനകത്ത് എത്ര പിന്തുണ ഉണ്ടെന്നറിയാമോ? 26%. അതിൽ വോട്ട് ചെയ്തവരിലാണ് ഈ 37% പിന്തുണ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ വെരി സ്മോൾ പാർട്ടി. അങ്ങനെ 400, 405, 410 എന്നൊക്കെ പറഞ്ഞ സീറ്റ് ഭാവന ചെയ്യാനും കഴിയുന്നൊരു രീതിയിൽ ആ പാർട്ടി ഇന്ത്യയിൽ വേറെ ഓട്ടമില്ല. അത്രയും വളർന്നിട്ടുള്ളൊരു പാർട്ടിയല്ല. മോർ ദാൻ 50-55% വോട്ട് കിട്ടാതെ ഇത്രയും നേടിയെടുക്കുക സാധ്യമല്ല. അത് 37%-ലാണ് ഈ പാർട്ടി ഉള്ളത്. അത് ആവർത്തിക്കാൻ തന്നെ അവർക്ക് കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇനിയിപ്പം ഈ പറയുന്ന കണക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനൊക്കെയാണ്. ആ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണോ ഇനി ഇവരുടെ കോൺഫിഡൻസ് എന്ന് എനിക്ക് അറിയത്തില്ല. അത്രയും പറഞ്ഞാൽ ഇത് അവസാനിപ്പിക്കും. ഒറ്റ കാര്യം കൈ കാണിക്കുന്നുണ്ടായിരുന്നു. സുജയ്ക്ക് എന്താ പറയുക? അല്ല, നേരത്തെ പറഞ്ഞോളൂ, ചുരുക്കിക്കോളൂ. 53 അതായത് ഞാൻ ഈ പറഞ്ഞ കണക്കുകൾക്കൊപ്പം 2-3 കണക്കുകൾ കൂടി വളരെ വേഗം കൂട്ടിച്ചേർക്കാം. ഇപ്പോൾ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൻ്റെ കാര്യം പറഞ്ഞു ഉണ്ണി ബാലകൃഷ്ണൻ. മൊത്തമുള്ള 125 രാജ്യങ്ങളിൽ 111 രാജ്യങ്ങളിലെ 111ാമത്തെ പട്ടികയിലാണ് നമ്മുടെ രാജ്യം നിൽക്കുന്നത് എന്നതാണ് ഏറെ കൗതുകകരമായ കാര്യം, ദുഃഖകരമായ കാര്യം. ഈ പട്ടിക നമ്മുടെ മുൻപിലുണ്ട്. പട്ടിണി അനുഭവിക്കുന്ന ജനങ്ങളുടെ കണക്ക് 24 കോടി ആളുകളെ പട്ടിണിയിൽ നിന്ന് കരകയറ്റി എന്ന ആക്ച്വൽ നമ്പേഴ്സിൽ പറയാൻ നമ്മൾ ശ്രമിക്കുമ്പോഴും ഇപ്പോഴും ഇന്ത്യ രാജ്യത്തുള്ള പട്ടിണിയുടെ കണക്കുകൾ നമ്മളെ ഞെട്ടിക്കുന്ന കണക്കുകളാണ്. അതേസമയം നമ്മളുടെ സാമ്പത്തിക വളർച്ചയുടെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് ലെയറിൽ നിൽക്കുന്ന 1% സാമ്പത്തിക വളർച്ച, താഴെയുള്ള 30% സാമ്പത്തിക വളർച്ചയുടേതിനേക്കാൾ 10 മടങ്ങാണ് എന്ന കണക്ക് നമ്മളെ വല്ലാതെ ഞെട്ടിക്കുന്നൊരു കണക്കാണ്. ഇക്വിറ്റി എന്നൊരു പദപ്രയോഗമുണ്ട്. അത് നമ്മുടെ രാജ്യത്ത് നിന്ന് എന്നേക്കുമായി പോയി കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ ഒരു കണക്കുണ്ട്. ഡെപ്റ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ. കേരളത്തെ അടക്കം ആക്ഷേപിക്കുന്നവർ അറിയേണ്ട ഒരു കണക്കുണ്ട്. GDPയും ഡെപ്റ്റുമായിട്ടുള്ള റേഷ്യോ 57.1%. നമ്മുടേതാണെങ്കിൽ നിൽക്കുന്നതാവട്ടെ പരമാവധി 37%-ൽ താഴെയാണ്. എന്ന് പറഞ്ഞാൽ 205 ലക്ഷം കോടി രൂപ കടം വാങ്ങി ഈ സർക്കാർ നമ്മളുടെ രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. മറ്റൊരു കണക്കുണ്ട്, ജെൻഡർ ഗ്യാപ്പ്. നാരീശക്തിയെക്കുറിച്ച് നമ്മൾ പറയുമല്ലോ. നമ്മുടെ രാജ്യത്തെ ജെൻഡർ ഗ്യാപ്പ് ഏറ്റവും ഒടുവിലുള്ള കണക്ക് പ്രകാരം 146 രാജ്യങ്ങളിൽ 127ാം സ്ഥാനത്താണ്. അക്ഷരാർത്ഥത്തിൽ നമ്മൾ തലകുനിക്കുന്ന അവസ്ഥയിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ഞാനെപ്പോഴും വിശ്വസിക്കുന്ന ഒന്നുണ്ട്. ഇന്ത്യൻ ജനാധിപത്യത്തെ എപ്പോഴൊക്കെ വഴിതെറ്റിപ്പോകുന്നുണ്ടോ, എപ്പോഴൊക്കെ മായിക ഭ്രമങ്ങളിൽ ഈ അധികാരികൾ പെടുത്താൻ ശ്രമിക്കുന്നുണ്ടോ, അപ്പോഴെല്ലാം നേരായ ദിശയിൽ നിയന്ത്രിച്ചു നിർത്തുന്നത് പോളിംഗ് ഡേയിൽ രാവിലെ 7 മണിക്ക് ദൂരദേശങ്ങളിൽ നിന്ന് വന്ന് തൻ്റെ കുഞ്ഞുമക്കളുമായി നിൽക്കുന്ന സ്ത്രീകളാണത് നിയന്ത്രിക്കുന്നത്. ഉജ്ജ്വൽ ഗ്യാസ് യോജന എന്ന് പറഞ്ഞ് നമ്മളെ കബളിപ്പിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത് വിത്തിൻ ഇൻവേർട്ടഡ് കോമ. കാരണം 12 ഗ്യാസ് കണക്ഷൻ കഴിഞ്ഞാൽ എത്ര രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്? ഇത് 2012-ലുണ്ടായിരുന്ന കണക്കും 2022-ലുണ്ടായിരുന്ന കണക്കും തമ്മിലുള്ള വ്യത്യാസം എത്ര? 414 രൂപയ്ക്ക് കിട്ടിയിരുന്ന ഗ്യാസ് 1000-ലധികം രൂപയ്ക്ക് കിട്ടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അപ്പോൾ ഉജ്ജ്വലമായിരുന്നു ആ വർധനവ്. അതാണ് ഗ്യാസിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതെങ്കിൽ. അതുകൊണ്ടാണ് ജെൻഡർ ഗ്യാപ്പ് 127 പറയുന്നത്. ഇപ്പോഴും അവർക്ക് ചാണകവരളിയും ഈ പറയുന്ന കൊള്ളി വിറകും എടുത്തുകൊണ്ട് വേണം അടുക്കളയിൽ തീ പുകയ്ക്കാൻ. അതിനുശേഷമേ പഠനത്തെക്കുറിച്ചും ജോലിയെക്കുറിച്ചും അവർക്ക് പൊതു ജനമധ്യത്തിൽ വരുന്നതിനെക്കുറിച്ചും ആലോചിക്കാൻ കഴിയൂ. അതാണ് രാജ്യത്തിൻ്റെ അവസ്ഥ. കറപ്ഷൻ പെർസെപ്ഷൻ, ലാസ്റ്റ് പോയിന്റ്, കറപ്ഷൻ പെർസെപ്ഷൻ രാജ്യത്തിൻ്റെ കണക്കെത്രയാണെന്ന് അറിയാമോ? 2012-ൽ 36 പോയിന്റ് ആണെങ്കിൽ ഇപ്പോൾ 39 പോയിന്റായിട്ട് ഉയർന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മൊത്തം 180 രാജ്യങ്ങളിൽ 93ാം സ്ഥാനത്താണ് കറപ്ഷൻ ഇൻഡെക്സ്. നമ്മൾ യഥാർത്ഥത്തിൽ ഇലക്ട്രൽ ബോണ്ട് വഴി ചെയ്തത് എന്താണ് സ്മൃതി? ഇലക്ട്രൽ ബോണ്ട് വഴി ചെയ്തത് രാഷ്ട്രീയത്തിലെ അഴിമതിയെക്കുറിച്ചല്ല. നിങ്ങൾ നോക്കൂ, 2G സ്പെക്ട്രം കേസ് ഉണ്ടാകുമ്പോൾ അത് രാഷ്ട്രീയത്തിൽ അഴിമതി നടത്തുകയാണ് ചെയ്തത്. എന്നാൽ ഇലക്ട്രൽ ബോണ്ട് വഴി എന്താ ചെയ്തത്? അഴിമതിയെ രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുകയാണ് ചെയ്തത്. അതാണ് സിസ്റ്റമാറ്റിക് പൊളിറ്റിസൈസേഷൻ ഓഫ് കറപ്ഷൻ. അതാണ് യഥാർത്ഥത്തിൽ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അഴിമതിയെ തന്നെ രാഷ്ട്രീയവൽക്കരിച്ചു. അങ്ങനെ ED അന്വേഷണം വിടുന്നു. അവിടെ സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനി EDക്ക് കീഴടങ്ങാതെ ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. വേദാന്ത വരുന്നു, EDയുടെ അന്വേഷണം വരുന്നു, ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. മേഘ പ്രൊജക്റ്റ് വരുന്നു, ഹബ്ബ് പവർ പ്രൊജക്റ്റ് വരുന്നു, അരബിന്ദോ ഫാർമസ്യൂട്ടിക്കൽസ് വരുന്നു. ഈ കമ്പനികളെല്ലാം ED വരുന്നു, തൊട്ടു പിന്നാലെ ഇലക്ട്രൽ ബോണ്ട് വരുന്നു. ഇത് നടക്കുന്നൊരു രാജ്യമാണ്. പക്ഷേ ഇത് ഇന്ത്യ ചർച്ച ചെയ്യുന്നില്ല. ചർച്ച ചെയ്യുന്നത് മുഴുവൻ CAA വിഷയമാണ്. അത് ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ അതിൻ്റെ നേട്ടം
നേട്ടമുണ്ടാകാൻ പോകുന്നത് BJP-ക്കാണെന്ന് അവർ കരുതുന്നു. പക്ഷേ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ യഥാർത്ഥ ചിത്രം ഇപ്പോഴും നിശ്ചയിക്കുന്നത് ഈ പുലർക്കെ പോളിംഗ് ദിവസം അതിരാവിലെ പോളിംഗ് ബൂത്തിലെത്തുന്ന ഇന്ത്യയിലെ വനിതകളാണ്. അവർ പുരുഷന്മാരോടൊപ്പം തന്നെ തുല്യശക്തികളാണ്. 47 കോടിയോളം ആളുകൾ ഈ സ്ത്രീകളാണ് വോട്ടർമാരായി ബൂത്തിലെത്താൻ പോകുന്നത്. അവരെ കബളിപ്പിക്കാൻ കഴിയില്ല ഒരു തരത്തിലുള്ള മായിക ഭ്രമങ്ങൾക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, സത്യപാൽ മാലിക് പറഞ്ഞതുപോലെ, ഒരു അബ്നോർമൽ ഇലക്ഷൻ ആണോ നമ്മൾ നേരിടാൻ പോകുന്നത് എന്നത് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയൂ. അടുത്ത 15-20 ദിവസങ്ങൾ നിർണായകമാണ്. ഇതിലും അപ്പുറം ഒരു നെഗറ്റീവ് BJP NDA കൊണ്ടുവരുന്നില്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ സാധ്യതകൾ തുറന്നു കിടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇക്കാര്യത്തിൽ ഉണ്ണി സർ പറഞ്ഞ ഈ ഹങ്കർ ഇൻഡെക്സിനെ കുറിച്ച് പറയുമ്പോൾ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടിയിൽ ഉണ്ടായിട്ടുള്ള ഡിക്ലൈൻ ഡോക്ടർ അരുൺ അത് അറിയാമെങ്കിലും അത് വെറുതെ ഒന്ന് സൂചിപ്പിച്ച് പോവുകയേ ചെയ്തുള്ളൂ. അതുകൊണ്ട് ആ പെർസെൻറ്റേജ് ഡിക്ലൈൻ എത്രയാണെന്ന് ഞാൻ പറയാം. മൾട്ടി ഡയമെൻഷണൽ പോവർട്ടിയിൽ 2013-14 സാമ്പത്തിക വർഷത്തെ കണക്കനുസരിച്ച് അത് 29.2%. അതിൽ നിന്ന് കുറവുണ്ടായിരിക്കുന്നത് ഈ 10 വർഷം കൊണ്ട് 11.3% അത് താഴ്ന്നു വന്നിട്ടുണ്ട്. ഈ ഹങ്കർ ഇൻഡെക്സിനെ കുറിച്ച് എടുത്തു പറയുന്ന ആളുകൾ അതുകൂടി പറയണം. നീതി ആയോഗിൻ്റെ കണക്കനുസരിച്ച് 13.5 കോടി ആളുകളാണ് പട്ടിണിയിൽ നിന്ന് പുറത്തേക്ക് വന്നത് എന്നുള്ളത് ഔദ്യോഗിക രേഖകളിൽ കിടക്കുന്ന കാര്യമാണ്, ഞാൻ പറയുന്നതല്ല. അതായത് അന്ത്യോദയ എന്ന് പറയുന്ന പദ്ധതി നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡോക്ടർ അരുൺ പറഞ്ഞത് വളരെ കൃത്യമായ കാര്യമാണ്. അതായത് വന്നു നിൽക്കുന്ന ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾ മുതലുള്ള സ്ത്രീകൾ അവർ തീരുമാനിക്കും. കാരണം അവർക്കറിയാം അവരുടെ കുടുംബത്തിലേക്ക് എത്രമാത്രം സാധനങ്ങൾ വന്നിട്ടുണ്ട്, സേവനങ്ങൾ വന്നിട്ടുണ്ട്. അവസാനത്തെ വ്യക്തിയിലേക്ക് സേവനങ്ങൾ എത്തിയെന്ന് ഉറപ്പാക്കുന്നതിനായി, അത് അതിവേഗത്തിലെത്തിയെന്ന് ഉറപ്പാക്കുന്നതിനായിട്ടുള്ള സംവിധാനങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഫ്ലേഷനെ കുറിച്ച് ഞാൻ നേരത്തെ ഉണ്ണിസാറിനോട് ചോദിച്ചിരുന്നു. ഇൻഫ്ലേഷൻ 8.20 ആയിരുന്നു 2014. ഇന്ന് അത് എത്തി നിൽക്കുന്നത് 5%. അപ്പോൾ വ്യത്യാസം എവിടെയൊക്കെയാണ് വന്നിരിക്കുന്നത് എന്ന് കൂടി നോക്കണം. GDP കുറിച്ച് എപ്പോഴും പറയാറുണ്ടല്ലോ, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ GDP കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. GDP പെർ ക്യാപിറ്റ $3,889 നിന്ന് 6,016 എത്തിയതിനെ കുറിച്ച് പറയില്ല. ലോകത്തിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമിയായി ഇന്ത്യ മാറി എന്നതിനെ കുറിച്ച് പറയില്ല. എപ്പോഴും ഹങ്കർ ഇൻഡെക്സിനെ കുറിച്ച് പറയും. പട്ടിണി സൂചിക മാത്രം എടുത്ത് പിടിക്കുകയും ചെയ്യും. പക്ഷേ ഈ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടിയെ കുറിച്ച് ഒരു കാര്യവും പറയാതെ പോയതുകൊണ്ടാണ് എനിക്കത് ഇടപെടേണ്ടി വന്നത്. പിന്നെ ഈ ചികിത്സാ പദ്ധതി, ആരോഗ്യ പരിരക്ഷയ്ക്കായുള്ള പദ്ധതികൾ, അങ്ങനെയുള്ള പദ്ധതികൾ പലതും നടപ്പാക്കി അത് സാധാരണക്കാർക്ക് അതിന്റെ പ്രയോജനം കിട്ടുന്നുണ്ടെന്നേ. ഉജ്ജ്വൽ പദ്ധതിയുടെയും ഗുണഭോക്താക്കളായി 10 കോടി ആൾക്കാരുണ്ട്. അവർ കൃത്യമായി അവരുടെ മൗത്ത് പബ്ലിസിറ്റി മതി, താഴെത്തട്ടിൽ ആ മൗത്ത് പബ്ലിസിറ്റി മതി. അല്ലാതെ ഏതൊക്കെ തരത്തിലുള്ള പ്രചരണ തന്ത്രങ്ങൾ അത് മാധ്യമങ്ങൾ മുഴുവൻ എതിരെ പറഞ്ഞിട്ടും 2019 അധികാരത്തിലേക്ക് എത്തിയില്ലേ. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇന്ത്യ മുന്നണി വലിയ നേട്ടമുണ്ടാക്കാൻ പോകുന്നു, കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്താൻ പോകുന്നുവെന്ന് വോട്ടെണ്ണിക്കൊണ്ടിരിക്കുന്നതിന്റെ പാതി വരെ ഉറച്ചു പറഞ്ഞവരാണല്ലോ. അതെന്താണ് അവസാനം സംഭവിച്ചത്? അപ്പോൾ ജയിക്കുകയാണെങ്കിൽ EVM-നെ, BJP ജയിച്ചാൽ EVM മോശം, കോൺഗ്രസ് ജയിച്ചാൽ EVM നല്ലതാ, അങ്ങനെ പറയുന്ന ഒരു നറേറ്റീവിൽ എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പറയാണ്ടോ? അല്ല, ഏതാ പ്രശ്നം അറിയാം, EVM-നെ കുറിച്ച് പറയുമ്പോഴേ ഞാൻ ഒന്നാമത് സുജയ്, നമ്മൾ എന്തുകൊണ്ടാണ്, നല്ല ചോദ്യമാണ്, കോൺഗ്രസ് ജയിക്കുമ്പോൾ EVM-ന് കുഴപ്പമില്ല, BJP ജയിക്കുമ്പോഴെന്താണ് പിന്നെ EVM-ന് പ്രശ്നം വരുന്നത് എന്ന് നമ്മൾ സംശയം ഉന്നയിക്കുന്നത്? വളരെ സിമ്പിളാണ്. ഈ നമ്മുടെ സമൂഹത്തിൽ ഒരു പലതരം മൂല്യങ്ങളുണ്ട്. ജനാധിപത്യം, മതേതരത്വം, അല്ലേ, അങ്ങനെയൊക്കെയുള്ള ആ മൂല്യങ്ങൾ, ഭരണഘടന, ഇത്തരത്തിലുള്ള ആ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമുക്ക് ഒരു സംശയവും ഉണ്ടാവില്ല. ജനാധിപത്യത്തിൽ വിശ്വസിക്കണം. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകളെക്കുറിച്ച് നമുക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടാവില്ല. മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ കുറിച്ച് നമുക്കൊരു സംശയം ഉണ്ടാവില്ല. അത്തരത്തിലുള്ള മൂല്യങ്ങളെയൊക്കെ മറികടന്ന് പറയുന്ന ഈ മതാന്ധതയും വംശീയതയും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾക്ക് ഏത് അറ്റം വരെയും പോയി ഏത് മാൽ പ്രാക്ടീസും ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നത് BJP അത് ചെയ്യും എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മളൊരു സംശയം ഉണ്ടാകുന്നത്, ഇപ്പം ഞാനൊരാളെ തെറി പറയില്ല എന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം അത് തെറി പറയുന്നത് ശരിയല്ല എന്നുള്ള മൂല്യബോധം എനിക്കുണ്ട്. വേറൊരാൾക്ക് അതില്ല എങ്കിൽ തെറി പറയാൻ പറ്റും, കാരണം അയാൾക്ക് ആ മൂല്യബോധം ഇല്ല. അതുപോലെയാണ് ഇത്തരത്തിലുള്ള നമ്മുടെ ഈ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന അടിസ്ഥാന പ്രമാണങ്ങളിലും തത്വങ്ങളിലും ഒക്കെ ഉറച്ചു വിശ്വസിക്കുന്ന രാഷ്ട്രീയ EVMs ഡിപ്ലോയ് ചെയ്യുന്നപ്പോൾ കോൺഗ്രസിന് വേണ്ടി വേറൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPക്ക് വേണ്ടി വേറൊരു തെരഞ്ഞെടുപ്പ് അങ്ങനെ ഇല്ല. ഇപ്പം നമ്മളിപ്പം ഞാൻ നേരത്തെ ഇപ്പം സ്മൃതി സൂചിപ്പിച്ചല്ലോ, ഈ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മിറ്റി, അല്ല അത് ഞാൻ പറഞ്ഞുതരാം. അതല്ല, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മിറ്റി 2014 അധികാരത്തിൽ വന്ന ഉടനെ തന്നെ August 9 എനിക്ക് കൃത്യമായ ഡേറ്റ് ഓർമ്മയുണ്ട്. 2014 August 9 പിന്നെ പാർലമെന്റ് പാസ്സാക്കുകയാണ് ആ നിയമം. എന്തിനാണ് അത് കൊണ്ടുവന്നത്? സുപ്രീം കോടതിയിലെയും സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ തീരുമാനിക്കാനുള്ള അവകാശം സർക്കാരിലേക്ക് പോകുന്നു. എന്താണ് അതിൻ്റെ ആവശ്യം? ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. എന്നിട്ട് എന്ത് ചെയ്തു? സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് കൊളീജിയം ഇപ്പോൾ നിലനിൽക്കുന്നു. ചീഫ് ജസ്റ്റിസിനെ മാറ്റുന്നു. ഒരിടത്ത് BJP ജയിക്കുന്ന അല്ലെങ്കിൽ ജയിക്കുമെന്ന് തോന്നുന്ന ഘട്ടം വരുമ്പോൾ, തുടർ ഭരണം ഉണ്ടാകുമെന്നുള്ളൊരു ഘട്ടം വരുമ്പോൾ, അവർ ജയിക്കുകയാണെങ്കിൽ EVM
തമ്മിലുള്ള കോൺഫിഡൻസ് കൊണ്ടായിരിക്കും. അത് തികച്ചും ദുരുപദിഷ്ടമായ ഒരു കമന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അല്ല അത് counter ചെയ്തത്. സത്യമാണ്. അല്ല അത് ദുരിതമല്ല, അത് സതുദ്ദേശപരമാണ്. കാരണം എന്ന് വെച്ചാൽ അതിന്റെ ന്യായമാണ് ഞാൻ ഈ പറഞ്ഞത്, അതിന്റെ വിശദീകരണമാണ് ഞാൻ പറഞ്ഞത്. അതായത് ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് അതേസമയം ജനാധിപത്യത്തെയും അത്തരത്തിലുള്ള മഹത്തായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുകയും നമുക്ക് വരും ദിവസങ്ങളിലും ഈ ചർച്ച തുടരേണ്ടതുണ്ട്. കളം ഒരുങ്ങിയോ എന്ന ചോദ്യമായിരിക്കില്ല, അതിനുശേഷം വേറെ എന്തെങ്കിലും ചോദ്യമായിരിക്കും. പക്ഷേ ഈ ചർച്ച തുടരും. കളം ഒരുങ്ങിയോ എന്നതിൽ 5 പേർക്കും അഭിപ്രായ വ്യത്യാസമില്ല. കളം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കും. മീഡിയ എഡിറ്റേഴ്സിന് നാളെ ഗുഡ് നൈറ്റ്. Good night. Meet the editors.